Hello guys, today we will be discussing the last chapter of botany, plus 2 botany, that is environmental issue. പ്രകൃതിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഏറ്റവും മനസ്സിലാക്കേണ്ട പ്രകൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് പൊല്യൂഷൻ. വാട്ട് ഡു മീൻ ബൈ പൊല്യൂഷൻ? പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡിസയറബിൾ ചേഞ്ചസ് ഇൻ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എയർ, വാട്ടർ, ലാൻഡ്, സോയിൽ. എയർ, വാട്ടർ, ലാൻഡ്, സോയിൽ എന്നിവിടങ്ങളിൽ ബാധിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന തീരുമാനിക്കപ്പെടാത്ത ചില മാറ്റങ്ങളെ, ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ആയിട്ടുള്ള തീരുമാനിക്കപ്പെടാത്ത അല്ലെങ്കിൽ താല്പര്യപ്രകാരമല്ലാത്ത ചില മാറ്റങ്ങളെയാണ് പൊല്യൂഷൻ എന്ന് പറയാം. ഇംഗ്ലീഷിൽ അതിന് അൺഡിസയറബിൾ ചേഞ്ചസ് ഇൻ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് സച്ച് ആസ് എയർ, വാട്ടർ, ലാൻഡ് ആൻഡ് സോയിൽ. ഈ പൊല്യൂഷൻസ് ഉണ്ടാക്കുന്ന ഏജൻസിനെ വിളിക്കുന്ന പേരാണ് പൊല്യൂട്ടൻസ്. So what do you mean by pollutants? Agents that cause undesirable changes is called pollutants. ആ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിന് കാരണക്കാരായ ആളുകളെ വിളിക്കുന്ന പേരാണ് പൊല്യൂട്ടൻസ്. നെക്സ്റ്റ്, എന്താണ് ഈ പൊല്യൂഷന് പ്രധാനപ്പെട്ട കാരണം? ഒന്ന്, ഇൻക്രീസ് ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ, ജനസംഖ്യാ വർധനവ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പെരുപ്പം കൂടിയപ്പോൾ എന്ത് ചെയ്തു? ഡിമാൻഡ് കൂടി, വസ്തുക്കൾക്ക് ഡിമാൻഡ് കൂടി. എസ്പെഷ്യലി ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഫോർ ഫുഡ്, വാട്ടർ, ഹോം, ഇലക്ട്രിസിറ്റി, റോഡ് ആൻഡ് ഓട്ടോമൊബൈൽ. ഇങ്ങനെയുള്ള വസ്തുക്കൾക്ക് എന്ത് ചെയ്തു? ഡിമാൻഡ് കൂടി. ജനസംഖ്യ കൂടിയപ്പോൾ, ജനങ്ങൾ കൂടിയപ്പോൾ അതിനുള്ള ഡിമാൻഡ് കൂടി. ഡിമാൻഡ് കൂടിയപ്പോൾ എന്ത് ചെയ്തു? പൊല്യൂഷനും ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ പൊല്യൂഷൻസ്. ഡിമാൻഡ് കൂടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒക്കെ ഉപയോഗങ്ങൾ കൂടുമ്പോൾ പൊല്യൂഷൻസും ക്രമേണ എന്ത് ചെയ്യുന്നു? കൂടുന്നു. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വാട്ട് യു മീൻ ബൈ പൊല്യൂഷൻ? അൺഡിസയറബിൾ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ദ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻവയോൺമെന്റ് സച്ച് ആസ് എയർ, വാട്ടർ, ലാൻഡ്, സോയിൽ. വാട്ട് യു മീൻ ബൈ പൊല്യൂട്ടൻസ്? ഏജൻസ് ദാറ്റ് കോസ് പൊല്യൂഷൻ ഈസ് നോൺ ആസ് പൊല്യൂട്ടൻസ്. പിന്നെ എന്താണ് ഈ പൊല്യൂഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? ഒന്ന്, ഇൻക്രീസ് ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ ദാറ്റ് ലീഡ്സ് ടു ഡിമാൻഡ് ഇൻ ഫുഡ്, വാട്ടർ, ഹോം, ഇലക്ട്രിസിറ്റി, റോഡ് ആൻഡ് ഓട്ടോമൊബൈൽ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു പൊല്യൂഷൻ. ഇനി ഇവിടെ ഒരു നോട്ട്, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാണ്. ഇന്ത്യൻ ഗവൺമെന്റ് പാസ്ഡ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്. ഇന്ത്യൻ ഗവൺമെന്റ് എൻവയോൺമെന്റ്, ഈ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 കൊണ്ടുവന്നത്, 1986. സോ ഇന്ത്യൻ ഗവൺമെന്റ് പാസ്ഡ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഇൻ ദ ഇയർ 1986. എന്തായിരുന്നു അവരുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം? ഒന്ന്, കൺട്രോൾ എൻവയോൺമെന്റ് പൊല്യൂഷൻ. പ്രകൃതിയിലുള്ള ഈ അൺഡിസയറബിൾ ചേഞ്ചസിനെ കൺട്രോൾ ചെയ്യുക. രണ്ട്, ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് എൻവയോൺമെന്റിന്റെ ക്വാളിറ്റിയെ കൂട്ടുക. എങ്ങനെ? പൊല്യൂഷൻസിനെ കൺട്രോൾ ചെയ്തിട്ട്. അപ്പോൾ എന്തായിരുന്നു ഇന്ത്യൻ ഗവൺമെന്റിന്റെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഉദ്ദേശം? കൺട്രോൾ എൻവയോൺമെന്റ് പൊല്യൂഷൻ ആൻഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഇയർ 1986. ഉദ്ദേശം എന്തായിരുന്നു? Control environment pollution and improve quality of environment. Now, next we will be discussing about the first one, that is air pollution. What do you mean by air pollution? Simple ആണ്. പൊല്യൂഷൻ എന്താണെന്ന് നിർവചിച്ച് നിങ്ങൾക്ക് എയർ പൊല്യൂഷൻ എന്താണെന്ന് നിർവചിക്കാം. It is the undesirable changes that occur in the physical, chemical, biological characteristics of air. It is the undesirable changes that occur in the physical, chemical, biological characteristics of air. Now, air pollutions കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വായുമലിനീകരണം കൂടിക്കഴിഞ്ഞാൽ സസ്യജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ ജന്തു ജീവജാലങ്ങൾക്കും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഒന്ന്, സസ്യജീവജാലങ്ങൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ക്ലോസ് സ്റ്റൊമാറ്റ നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാ. സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്, ഗാർഡ് സെല്ലുകൾ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യും. അതോടുകൂടി സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസും കുറയും, റെസ്പിറേഷനും കുറയും. സ്റ്റൊമാറ്റ അടഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും കുറയും. That leads to reduce the growth and yielding. വളർച്ചയും വിളവും കുറയും. അങ്ങനെ ക്രമേണ സസ്യം ചത്തുപോകുന്നു അല്ലെങ്കിൽ മരിച്ചു പോകുന്നു. അടുത്തത്, ഇൻ ആനിമൽസ് റെസ്പിറേറ്ററി ഡിസോർഡർ ആൻഡ് ബ്രീത്തിങ് പ്രോബ്ലംസ്. ശ്വാസനാളത്തിലേക്ക് ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് റെസ്പിറേറ്ററി ഡിസോർഡർ ആൻഡ് ബ്രീത്തിങ് പ്രോബ്ലം. പിന്നെ ഇറിറ്റേഷൻ, ഇൻഫ്ലമേഷൻ, പ്രീമെച്വർ ഡെത്ത്, അതുപോലെ തന്നെ ഡാമേജ് ടു ദ ലങ്,
ഒരുപാട് അസുഖങ്ങളുണ്ട്, സച്ച് ആസ് അലർജി, ആസ്തമ ആൻഡ് ബ്രോങ്കൈറ്റിസ്. ഇങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങളും ബാധിക്കുന്നുണ്ട്. അടുത്തത് ഹാംഫുൾ എഫക്ട്സ് ഡിപ്പെൻഡ്സ് ഓൺ. എന്തിനൊക്കെയാണ് ഈ ഹാംഫുൾ എഫക്ട്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന്, കോൺസെൻട്രേഷൻ ഓഫ് എക്സ്പോഷർ. എത്ര എയർ പൊല്യൂട്ടൻസിനോട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് പൊല്യൂട്ടൻറ്റ്. രണ്ട്, ഡ്യൂറേഷൻ, എത്ര നേരം ആ ഒബ്ജക്റ്റ് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, ഡ്യൂറേഷൻ ഓഫ് എക്സ്പോഷർ. മൂന്ന്, ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻറ്റ്. ഏത് തരത്തിലുള്ള പൊല്യൂട്ടൻ്റ് ആണ്? ചോക്ക് പൊടിയാവാം, അല്ലെങ്കിൽ എസ്ബസ്റ്റോസിൻ്റെ പൊടികളാവാം, അല്ലെങ്കിൽ പാറപ്പൊടികളാവാം, പാറക്കല്ലുകൾ പൊട്ടിക്കുന്നിടത്താവാം, പലതും. അങ്ങനെ പൊടിപടലങ്ങളാവാം, എന്തും ആവാം. അപ്പോൾ കോൺസെൻട്രേഷൻ, എത്ര എമൗണ്ട് ഉണ്ട്. രണ്ട്, ഡ്യൂറേഷൻ, എത്ര നേരം അതിലിട്ട് നിന്നു. മൂന്ന്, ടൈപ്പ് ഓഫ് പൊല്യൂട്ടൻ, ഏത് തരത്തിലുള്ള പൊല്യൂട്ടൻ ആണ്. നാല്, ഓർഗാനിസം വിച്ച് ഈസ് എക്സ്പോസ്ഡ്, ഏത് ഓർഗാനിസം ആണ് എക്സ്പോസ് ചെയ്തത്. അടുത്തൊരു നോട്ട്, അക്കോർഡിംഗ് ടു CPCB, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഐ റിപ്പീറ്റ്, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, particulate matter size less than or equal to 2.5 micrometer is ഗ്രേറ്റ് ഹാംഫുൾ ടു ഹ്യൂമൻ ഹെൽത്ത്. നമ്മുടെ മനുഷ്യന്മാരുടെ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് 2.5 മൈക്രോമീറ്ററും അതിൻ്റെ താഴെയുമുള്ള സൈസുള്ള പർട്ടിക്കുലർ മാറ്റേഴ്സുകളാണ്, അക്കോർഡിംഗ് ടു CPCB, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഇനി ഹൗ ടു കൺട്രോൾ എയർ പൊല്യൂട്ടൻസ്. ഇവിടെ എയർ പൊല്യൂഷൻസിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം? ഒന്നാമത്തെ മെത്തേഡാണ് സ്ക്രബ്ബർ. സ്ക്രബ്ബർ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്ക്രബ്ബറിൻ്റെ കേസിൽ നമുക്ക് SO2 പോലുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ക്രബ്ബർ എന്നുള്ള മെത്തേഡ് വഴി ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. എന്നിട്ട് ക്ലീൻ എയറിന് മാത്രം പുറത്തേക്ക് വിടാൻ പറ്റും. അപ്പോൾ ഒരു ഫാക്ടറികളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നോ ഡേർട്ടി എയർ വരുന്നുണ്ട്. ഈ ഡേർട്ടി എയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുണ്ട് പർട്ടിക്കുലർ മാറ്റേഴ്സ്, അല്ലെങ്കിൽ സസ്പെൻഡഡും ഉണ്ട് സെറ്റിലബിളും ഉണ്ട്. രണ്ട് ടൈപ്പ് ഉണ്ട്, സസ്പെൻഡഡ് ആൻഡ് സെറ്റിലബിൾ. സെറ്റിലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണോട് ചേരും അല്ലെങ്കിൽ താഴത്തേക്ക് വന്നിട്ട് അടിഞ്ഞുകൂടും. സസ്പെൻഡഡ് എന്ന് പറഞ്ഞാൽ കാറ്റിൽ പടർന്നു കിടക്കും. അപ്പോൾ സെറ്റിലബിൾ ആയിട്ടുള്ള സൈസ് കൂടിയ സെറ്റിലബിൾ ആയിട്ടുള്ള പർട്ടിക്കുലർ മാറ്റേഴ്സ് എന്ത് ചെയ്യും? പർട്ടിക്കുലർ മാറ്റേഴ്സ് സെറ്റിൽ ഡൗൺ. എന്നിട്ട് സസ്പെൻഡഡ് ആയിട്ടുള്ള പർട്ടിക്കുലർ മാറ്ററും അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസുകൾ മേലോട്ട് പോകും. എന്നിട്ട് ഇവിടെ ഇതിനകത്ത് ഒരു വാട്ടർ അല്ലെങ്കിൽ ലൈം സ്പ്രേ ഉണ്ട്, വാട്ടർ അല്ലെങ്കിൽ ലൈം കണ്ടന്റ് ഉണ്ട്. അതിനകത്തുനിന്നൊരു സ്പ്രേ, ഇവിടെ ഒരു സ്പ്രേ ബാത്ത് ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഈ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസും കയറും, അതുപോലെ തന്നെ ചെറിയ പൊടിപടലങ്ങളും കയറും. അങ്ങനെ അതവിടെ സെറ്റിലാവും. അങ്ങനെ ക്ലീൻ എയർ മാത്രം പുറത്തേക്ക് വിടും. അപ്പോൾ സ്ക്രബ്ബർ ശ്രദ്ധിക്കേണ്ട കാര്യം, SO2 പോലുള്ള ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഒഴിവാക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ്? ഡേർട്ടി എയർ ഉള്ളിലോട്ട് വരുന്നു, സെറ്റിലബിൾ ആയിട്ടുള്ള പർട്ടിക്കുലർ മാറ്റേഴ്സ് അടിഞ്ഞുകൂടുന്നു, സസ്പെൻഡഡ് ആയിട്ടുള്ള പർട്ടിക്കുലർ മാറ്റേഴ്സും അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസും മുകളിലോട്ട് കയറി വരുന്നു. ലൈം ഓർ വാട്ടർ സ്പ്രേ വരുന്നു, സ്പ്രേ ബാത്ത് ഉണ്ടാവുന്നു, അതിൽ തട്ടിയിട്ട് പൊടിപടലങ്ങൾ അവിടെ പറ്റി പിടിച്ചിരിക്കുന്നു. ക്ലീൻ എയർ ഹാംഫുൾ ആയിട്ടുള്ള ഗ്യാസുകളും അത് റിയാക്ട് ചെയ്തിട്ട് ലൈം അറിയാലോ, ലൈം ഓർ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ക്ലീൻ എയർ മാത്രം പുറത്തേക്ക് വരുന്നു. ഓക്കെ. To control the air pollutants are electrostatic precipitator. In that 99% particular matters നമുക്ക് ഈ മെത്തേഡ് വഴി റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെ മെത്തേഡ് സ്ക്രബ്ബർ ആയിരുന്നു, രണ്ടാമത്തെ മെത്തേഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ. 99% പർട്ടിക്കുലർ മാറ്റേഴ്സിനെയും ഈ മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. അത്രയും പെർഫെക്ഷൻ കാണിക്കുന്നുണ്ട് ഈ മെത്തേഡ്. 99% പർട്ടിക്കുലർ മാറ്റേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഈ മെത്തേഡ് പ്രവർത്തിക്കുന്നത്? ഈ മെത്തേഡ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1000 വോൾട്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈ ഇലക്ട്രിക് വയറിലൂടെ പോകുന്നുണ്ട്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1000 വോൾട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇതിനകത്ത് കൂടെ ഉണ്ട്. സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഡിസ്ചാർജ്ഡ് കൊറോണ ഉണ്ടാവും. ഇത് ഈ വയറാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് വയർ. അപ്പോൾ ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ദാറ്റ് ഇസ് കോൾഡ് ഡിസ്ചാർജ്ഡ് കൊറോണ. കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോളാകൃതി എന്നുള്ളതാണ് അർത്ഥം. ക്രൗൺ എന്ന വാക്കുന്നാണ് കൊറോണ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് വയറിന് ചുറ്റും ഒരു ഗോളാകൃതിയിൽ കാണുന്നുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ഡിസ്ചാർജ്ഡ് കൊറോണ. അവിടെ എന്തുണ്ട്? നെഗറ്റീവ്ലി ചാർജസ് ഉണ്ടാവും. പ്ലന്റി ഓഫ് നെഗറ്റീവ് ചാർജസ് ഉണ്ടാവും. കാരണം 1000 വോൾട്ട് ഇലക്ട്രിക് ഫീൽഡ് ആണ് അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികം ഈ ഇലക്ട്രിക് വയറിലൂടെ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഈ ഇലക്ട്രിക് വയറിന് ചുറ്റും ഉണ്ടാവും? ഡിസ്ചാർജ്ഡ് കൊറോണ ഉണ്ടാവും. ഇലക്ട്രോൺസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇപ്പോൾ കൊറോണ എന്ന വാക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന COVID-19 കാലഘട്ടം ആയതുകൊണ്ട് കൊറോണ വൈറസ്, അതിൽപ്പെട്ട കൊറോണ വൈറസിൽ ഗണത്തിൽപ്പെട്ട ഒരാളാണ് COVID-19.
കൊറോണ വൈറസ് ഡിസീസ് 2019 എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ലോക്ക്ഡൗൺ ആയി നിൽക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. കൊറോണ എന്ന വാക്കിനർത്ഥം ഗോളാകൃതി എന്നുള്ളതാണ്, ഗോളം. അപ്പോൾ അതിന് ചുറ്റും നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസുകൾ ഉണ്ടെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രൗൺ എന്ന വാക്കിൽ നിന്നാണ് അത് വന്നത്. ഓക്കെ, നൗ കം ബാക്ക്. ഡേർട്ടി എയർ പാസ് ചെയ്യുമ്പോൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസുകൾ, ഡേർട്ടി എയർ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസുകൾ എന്ത് ചെയ്യുന്നു, ഈ പിന്നെ മോസ്റ്റ് കോമൺലി ഓക്സിഡൈസ്ഡ് ഒക്കെ ആയിരിക്കും, പോസിറ്റീവ്ലി ചാർജ്. ദേ വിൽ ബി അട്രാക്റ്റഡ് ടു ദിസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഡിസ്ചാർജ്ഡ് കൊറോണ. ഈ ഗോളത്തിനകത്തേക്ക് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. ഈ ഗോളത്തിനകത്തേക്ക് അട്രാക്ട് ചെയ്യുമ്പോൾ ദേ വിൽ സ്റ്റാർട്ട് അട്രാക്ടിങ് ടുവേർഡ്സ് ദിസ്. ആ ഗോളത്തിനകത്തേക്ക്, ആ ഒരു ചുഴിക്കകത്തേക്ക്, ആ ഒരു ഡിസ്ചാർജ്ഡ് കൊറോണ എന്നുള്ള ഈ ഒരു ഗോളത്തിനകത്തേക്ക് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസുകൾ എന്ത് ചെയ്യുന്നു, അട്രാക്ട് ചെയ്യുന്നു. സോ there will appearing a net negative charge. ഇതിനകത്ത് എന്തുണ്ടാവും, ഒരു നെറ്റ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, നെറ്റ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ക്രമേണ ഇലക്ട്രിക് ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. പെട്ടെന്ന് വോൾട്ടേജിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ നമ്മുടെ വീടിനകത്തൊക്കെ നമുക്ക് മനസ്സിലാവും. അതേപോലെ ഇവിടെയും ഇങ്ങനെ പെട്ടെന്ന് നെഗറ്റീവും പോസിറ്റീവ് ചാർജിലായിട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസുകൾ നെഗറ്റീവ് ചാർജിലായിട്ടുള്ള ഡിസ്ചാർജ് കൊറോണയിലേക്ക് വന്ന് അട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫ്ലക്ച്വേഷൻസ് കാരണം എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ഈ ഇലക്ട്രിക് ഫ്ലക്ച്വേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി പെട്ടെന്ന് ഫ്യൂസ് നമ്മുടെ വീട് മൊത്തം കത്തി പോകുന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ വീട്ടിൽ എർത്തിങ് ഉണ്ടാവും. അതേപോലെ ഇവിടെ എന്തുണ്ട്, എർത്തിങ് ഉണ്ട്. എർത്തിങ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് അല്ലെങ്കിൽ എർത്തിങ്. ആൻഡ് ആ എർത്തിങ് എങ്ങോട്ടാണ് കൊടുത്തത്, കളക്റ്റിംഗ് പ്ലേറ്റ് ആണ്. കളക്റ്റിംഗ് പ്ലേറ്റ്, ഇറ്റ് ഈസ് കോൾഡ് കളക്റ്റിംഗ് പ്ലേറ്റ്. കളക്റ്റിംഗ് പ്ലേറ്റിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താ, ഈ ഇലക്ട്രിക് വയറുകൾക്ക് ഇടയിലുള്ള, ഇവിടെ വെലോസിറ്റി കൂടുതലേക്ക് കാരണം, പക്ഷേ ഈ ഇലക്ട്രിക് വയറുകൾക്ക് ഈ പ്ലേറ്റുകൾക്ക് ഇടയിലുള്ള വെലോസിറ്റി കുറവാവണം. അപ്പം ഇവിടുന്ന് വെലോസിറ്റി കൂടുതലായതുകൊണ്ട്, ഐ റിപ്പീറ്റ്, ഇവിടെ വെലോസിറ്റി കൂടുതലായതുകൊണ്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസുകളും ഡേർട്ടി എയറും എസ്പെഷ്യലി ഡസ്റ്റ് പാർട്ടിക്കിൾസ് അവർ നല്ല വെലോസിറ്റി കൂടുതലായതുകൊണ്ട് നല്ല ഫോഴ്സ്ഫുള്ളി അങ്ങോട്ട് വരുന്നു. നെഗറ്റീവ്ലി ചാർജ്ഡ് കൊറോണ ആയതുകൊണ്ട് അതിനകത്ത് എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് ചാർജുകളുകൊണ്ട് അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നു. സ്വാഭാവികം ഇവരെന്ത് ചെയ്യുന്നു, ഇവിടുത്തെ വെലോസിറ്റി കുറവായതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ കളക്റ്റിംഗ് പ്ലേറ്റിലോട്ട് ഇവരെന്ത് ചെയ്യുന്നു, അട്രാക്ട് ചെയ്യുന്നു. താഴോട്ട് ഇവരെന്ത് ചെയ്യുന്നു, അട്രാക്ട് ചെയ്ത് പോകുന്നു. കളക്റ്റിംഗ് പ്ലേറ്റിലൂടെ എർത്തിങ് താഴോട്ട് കളക്ട് ചെയ്യുന്നു. ക്ലീൻ എയർ മാത്രം എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു. ക്ലീൻ എയർ മാത്രം പുറത്തേക്ക് പോകുന്നു. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ് ഓട്ടോമൊബൈൽ. ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ ഇപ്പോഴത്തെ കാലത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഓട്ടോമൊബൈൽ, എസ്പെഷ്യലി ഇൻ മെട്രോ സിറ്റീസ്. എന്തൊക്കെയാണ് ഓട്ടോമൊബൈൽ, വാഹനപ്പുക? ഓട്ടോമൊബൈൽസിൽ നിന്നുള്ള പൊല്യൂഷൻസുകളെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡുകളാണ്. ഒന്ന്, റെഡ്യൂസ് ഓൾഡ് വെഹിക്കിൾ, പഴയ വാഹനങ്ങളെ നിലത്തിൽ ഇറക്കാതിരിക്കുക, ഒഴിവാക്കുക. രണ്ടാമത്തത്, യൂസ് കാറ്റാലിറ്റിക് കൺവേർട്ടേഴ്സ്. കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ്, വാഹനത്തിൻ്റെ പുക വരുന്ന കുഴലിനകത്തൊക്കെ കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് എന്തേ ഫിറ്റ് ചെയ്യുക. കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ഉള്ള വാഹനങ്ങൾ ഉപയോഗിക്കുക. യൂസ് CNG, ഡീസലിനും അതുപോലെ തന്നെ പെട്രോളിനും പകരം എന്ത് ചെയ്യുക, CNG ഉപയോഗിക്കുക. അതിൻ്റെ കാരണങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. CNG എഫക്റ്റീവ്ലി ബേണിംഗ് ആണ്. ഓക്കെ, CNG എഫിഷ്യൻ്റ്ലി ബേണിംഗ് ആണ് ദാൻ പെട്രോൾ ആൻഡ് ഡീസലിനേക്കാൾ നന്നായി കത്തും CNG. ആൻഡ് CNG കനോട്ട് ബി സിഫോൺഡ് ബൈ തീവ്സ്. കള്ളന്മാർക്ക് കട്ടെടുക്കാൻ പറ്റില്ല. ഡീസലും പെട്രോളും കളവ് നടത്താൻ പറ്റും, പക്ഷേ CNG കളവ് ചെയ്യാൻ പറ്റില്ല. കനോട്ട് ബി സൈഫോൺഡ് ബൈ തീവ്സ്. പക്ഷേ CNGകൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ അതിൻ്റെ ട്രാൻസ്പോർട്ടിംഗ് ആണ്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് അതിനെ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഏറ്റെടുത്ത് ഗെയിൽ വാതക പൈപ്പ് ലൈനൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ലീവ് ഇറ്റ്. യൂസ് CNG ഇൻ വെഹിക്കിൾസ്. ഡീസലിനും പെട്രോളിനും പകരം CNG ഉപയോഗിക്കുക, കാരണം നന്നായി കത്തും. അതുകൊണ്ട് തന്നെ അവിടെ അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ അൺബേൺഡ് ആയിട്ടുള്ള പൊല്യൂട്ടൻസുകൾ അവിടെ ഉണ്ടാവില്ല, കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യും. അതാണ് CNGയുടെ പ്രത്യേകത. അപ്പം ഡീസലിനും പെട്രോളിനും പകരം എന്ത് ചെയ്യുക, CNG ഉപയോഗിക്കുക. അടുത്തത്, ലോ സൾഫർ കണ്ടന്റ് ആയിട്ടുള്ള പെട്രോൾ. ഇനി പെട്രോൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ലോ സൾഫർ കണ്ടന്റ് ആയിട്ടുള്ള പെട്രോൾസ് ഉപയോഗിക്കുക, ലോ സൾഫർ കണ്ടന്റ്. അടുത്തത്, അൺലെഡഡ് പെട്രോൾ. ഇപ്പം കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ലെഡ് ഫ്രീ ആയിട്ടുള്ള പെട്രോൾസ് യൂസ് ചെയ്യുക. അത് നമ്മൾ പിന്നീട് വിശദീകരിക്കും. അപ്പോൾ അൺലെഡഡ് പെട്രോൾസ് യൂസ് ചെയ്യുക, കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഒന്ന്, അവോയ്ഡ് യൂസ് ഓഫ് ഓൾഡ് വെഹിക്കിൾസ്. രണ്ട്, യൂസ് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ്. മൂന്ന്, യൂസ് CNG. എന്തൊക്കെയാണ് CNGയുടെ ഉപകാരങ്ങൾ? ഐ റിപ്പീറ്റ്, CNGയുടെ ഉപകാരങ്ങൾ എന്താ? ഇറ്റ് ഈസ് എഫിഷ്യൻ്റ്ലി ബേണിംഗ്. രണ്ട്, ഇറ്റ് കനോട്ട് ബി സിഫോൺഡ് ബൈ തീവ്സ്. അതിൻ്റെ ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷനാണ്. അടുത്തത്, ലോ സൾഫർ പെട്രോൾസിന് ഉപയോഗിക്കാം, അതുപോലെ തന്നെ അൺലെഡഡ് പെട്രോൾസിനെ യൂസ് ചെയ്യാം. കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ലെഡ് ഫ്രീ പെട്രോൾ യൂസ് ചെയ്യുക, കാരണം ലെഡ് വിൽ ഇനാക്ടിവേറ്റ് ദ കാറ്റലിസ്റ്റ്. അത് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പറയും. നൗ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ്. എന്താണ് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ്? കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സിനകത്ത്, കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കേസിൽ എക്സ്പെൻസീവ് മെറ്റൽസ് ഉണ്ടാവും. ഇറ്റ് കണ്ടെയ്ൻ എക്സ്പെൻസീവ് മെറ്റൽസ്.
such as ഇവിടെ platinum, palladium and rhodium, such as platinum, palladium and rhodium. അപ്പോൾ എക്സ്പെൻസീവ് മെറ്റലുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? പ്ലാറ്റിനം, പലേഡിയം ആൻഡ് റോഡിയം. ഇവരാണ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദേ ആക്ട് ആസ് കാറ്റലിസ്റ്റ്. ഇനി എന്താ അവിടെ നടക്കുന്നത്? കെമിക്കൽ റിയാക്ഷൻ. കാറ്റലിസ്റ്റ് നിങ്ങൾക്ക് അറിയാം, കെമിക്കൽ റിയാക്ഷൻസിലെ വേഗത കൂട്ടുന്നു. ഓക്കെ, അപ്പോൾ ഹൈഡ്രോ കാർബണും കാർബൺ മോണോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ് പോലുള്ള ഗ്യാസുകളെ പുറത്തേക്ക് വരിക. ഇനി എന്താണ് റിയാക്ഷൻ നടക്കുക? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് കൺസിസ്റ്റ് ഓഫ് എക്സ്പെൻസീവ് മെറ്റൽസ് സച്ച് ആസ് പ്ലാറ്റിനം, പലേഡിയം ആൻഡ് റോഡിയം. അത് മനസ്സിലാക്കണം. ഇനി എന്താണ് റിയാക്ഷൻസ്? എങ്ങനെയാണ് റിയാക്ഷൻസ്? അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണും കാർബൺ മോണോക്സൈഡും, ഐ റിപ്പീറ്റ്, അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ മോണോക്സൈഡിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആക്കി മാറ്റും. പൊല്യൂഷൻസ് ഇല്ലാതെയായി. രണ്ടാമത്തത് കാർബൺ മോണോക്സൈഡ്, വാഹനത്തിന്റെ പുകയിൽ നിന്ന് വരുന്ന കാർബൺ മോണോക്സൈഡ് നൈട്രിക് ഓക്സൈഡ് എന്താക്കി മാറ്റുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഗ്യാസ് ആക്കി മാറ്റുന്നു. സോ വീണ്ടും പൊല്യൂഷൻസ് ഇല്ലാതെയായി. അപ്പൊ അതാണ് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സിന് ഉപകാരം. പൊല്യൂട്ടന്റുകളെ നോൺ പൊല്യൂട്ടന്റ് ആയിട്ടുള്ള ക്ലീൻ എയർ ആക്കിയിട്ട് പുറത്തേക്ക് വിടുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് കണ്ടെയ്ൻ എക്സ്പെൻസീവ് മെറ്റൽസ് സച്ച് ആസ് പ്ലാറ്റിനം, പലേഡിയം, റോഡിയം. അടുത്തത് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത് അൺബേൺഡ് ഹൈഡ്രോ കാർബൺ ആൻഡ് കാർബൺ മോണോക്സൈഡ് കൺവേർട്ടഡ് ഇൻടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ, കാർബൺ മോണോക്സൈഡ് നൈട്രിക് ഓക്സൈഡ് ടു പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് നൈട്രജൻ ഗ്യാസ്. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കണം, ഞാൻ ബോക്സിനകത്താക്കിയിട്ടുണ്ട്. യൂസ് ലെഡ് ഫ്രീ പെട്രോൾ, യൂസ് അൺലെഡഡ് പെട്രോൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാ. ബിക്കോസ് ലെഡ് വിൽ ഇനാക്ടിവേറ്റ് ദ കാറ്റലിസ്റ്റ്. ആ കാറ്റലിസ്റ്റിനെ, എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റൽ ആയിട്ടുള്ള പ്ലാറ്റിനം, പലേഡിയം, റോഡിയത്തിനെ ഇല്ലാതെയാക്കും, നശിപ്പിക്കും ആര്? ഈ ലെഡ്. അപ്പോൾ ലെഡ് ഫ്രീ പെട്രോൾസിന് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. അടുത്തത് എന്താണെന്ന് വെച്ചാൽ കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡി, എൻവയോൺമെന്റ്, എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട കേസ് സ്റ്റഡിയാണ്. ഈ 1990 ഡൽഹി ആയിരുന്നു 41 പൊല്യൂട്ടഡ് സിറ്റീസിൽ 4ാം സ്ഥാനത്ത് ഡൽഹി ആയിരുന്നു. ടോട്ടൽ 41 പൊല്യൂട്ടഡ് സിറ്റീസിനെ കണക്കെടുത്തപ്പോൾ 4ാം സ്ഥാനമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഡൽഹിക്ക്. ഇപ്പോൾ 1ാം സ്ഥാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ 1990s ഡൽഹി റാങ്ക്ഡ് 4th പൊസിഷൻ പൊല്യൂട്ടഡ് സിറ്റീസിൽ 41 പൊല്യൂട്ടഡ് സിറ്റീസിൽ 4ാം സ്ഥാനമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഡൽഹിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? സുപ്രീം കോടതി അതൊരു കേസായിട്ട് ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്തു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ്ഡ് ഓട്ടോ ഫ്യൂൽ പോളിസി. യൂറോപ്പിലൊക്കെ കൊണ്ടു നടന്നിരുന്ന നോംസുകൾ, യൂറോ നോംസുകളെ പോലെ ഭാരത് സ്റ്റേജ് നോംസുകൾ കൊണ്ടുവന്നു. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. എന്തൊക്കെയാണ് ഭാരത് സ്റ്റേജ് നോംസിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം? ഒന്ന്, റെഡ്യൂസ് സൾഫർ ആൻഡ് അരോമാറ്റിക് കണ്ടന്റ് ഇൻ പെട്രോൾ ആൻഡ് ഡീസൽ. പെട്രോളിലും ഡീസലിനകത്ത് റെഡ്യൂസ് സൾഫർ കണ്ടന്റ്, അരോമാറ്റിക് കണ്ടന്റും സൾഫർ കണ്ടന്റിനും കുറക്കുക. That is control 350 parts per million in diesel. I repeat, 350 parts per million in diesel and 150 parts per million in petrol. എന്നിട്ടോ aromatic hydrocarbon are to be contained 42%. ഇനി ഈ ഫ്യൂവൽ പോളിസിക്ക് അനുസരിച്ച് അക്കോർഡിംഗ് ടു ദ പോളിസി റെഡ്യൂസ് സൾഫർ ടു 50 parts per million in petrol and diesel and bring down into 35%. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളത്, ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓട്ടോ ഫ്യൂൽ പോളിസി ആയിട്ടുള്ള ഭാരത് സ്റ്റേജ് നോംസിന് അനുസരിച്ച് വന്ന കാര്യങ്ങളാണ് അത്. ഇറ്റ് വാസ് പാരലൽ ടു യൂറോ നോംസുകൾക്ക് പാരലായിരുന്നു. യൂറോ നോംസ് 1, 2, 3 നോംസുകൾക്ക് അനുസരിച്ച് അതീതമായിട്ടായിരുന്നു ഭാരത് സ്റ്റേജ് നോംസുകൾ കൊണ്ടുവന്നിരുന്നത്. ആ എയർ പൊല്യൂഷനകത്തേക്ക് നമ്മൾ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തണം, നോയ്സ് എന്നുള്ളത്. ഞാൻ മാറ്റി വെച്ചതായിരുന്നു, കാരണം നിയമങ്ങൾ കൊണ്ടുവന്നതും അങ്ങനെ തന്നെയാണ്. എയർ പ്രിവെൻഷൻ കൺട്രോൾ പൊല്യൂഷൻ ആക്ട് വന്നത് 1981 comes in 1981. Air Prevention Control Pollution Act came into force in 1981 but amended in നിയമം പാസ്സായത് 1987 1981 കൊണ്ടുവന്നു, 1987 പാസ്സായത്. കാരണം എന്താണെന്ന് വെച്ചാൽ 1987 കൂടിയാണ് നോയ്സും ഒരു എയർ പൊല്യൂട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ നോയ്സും ഒരു എയർ പൊല്യൂട്ടൻ്റ് ആണ് എന്ന് പരിഗണിച്ചത് 1987 കൂടിയാണ്. അപ്പോൾ 1981 എയർ പ്രിവെൻഷൻ കൺട്രോൾ പൊല്യൂഷൻ ആക്ട് കൊണ്ടുവന്നത്. ബട്ട് ഇൻ 1987 അത് അമെൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് നോയ്സ്? അൺഡിസയറബിൾ ഹൈ ലെവൽ ഓഫ് സൗണ്ട്. അൺഡിസയേർഡ് ഹൈ ലെവൽ ഓഫ് സൗണ്ടിനെ വിളിക്കുന്ന പേരാണ് നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നോയ്സായി മാറുന്നത് എബവ് 80 ഡെസിബലിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴാണ് നോയ്സായി മാറുന്നത്. അൺകംഫർട്ടബിൾ ആയിരിക്കും എബവ് 100 ഡെസിബൽ. അതിനകത്തൊരു എക്സാമ്പിൾ വരുന്നുണ്ട്. 150 ഡെസിബൽ ആണ് ടേക്ക് ഓഫ് ജെറ്റ് ഓർ റോക്കറ്റ്. ജെറ്റും റോക്കറ്റൊക്കെ എടുത്ത് മുകളിലോട്ട് പൊങ്ങുന്നതാണ് 150 ഡെസിബൽ. ആ സൗണ്ട് ലെവലിൽ തന്നെ നമ്മളെ ചെവിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇയർ ഡ്രമൊക്കെ
കേടുവന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി എന്തെല്ലാമാണ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്? ഒന്ന് സ്ലീപ്ലെസ്നെസ്, ഉറക്കമില്ലായ്മ. ഹൈ ലെവൽ ഓഫ് സൗണ്ട് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം സ്ലീപ്ലെസ്നെസ്, ഉറക്കമില്ലായ്മ. ഡാമേജ് ഇയർ, ചെവി കേടുന്നു പോകുന്നു. ഇൻക്രീസ് ഹാർട്ട് ബീറ്റ്, അതുപോലെ തന്നെ ആൾട്ടർ ദ ബ്രീത്തിങ് പാറ്റേൺ. സ്ട്രെസ്, സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. സ്ട്രെസ്, സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആൻഡ് ഓൾസോ ഹ്യൂമൻ സ്ട്രെസ്. ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് പാറ്റേൺ ആൾട്ടർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസുകളുണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം? ഒന്നാമതാണ് ഫോളോ വേരിയസ് ലോസ്. ഗവൺമെൻറ് പാസ്സാക്കിയ ഒരുപാട് നിയമങ്ങൾ എന്ത് ചെയ്യുക? പാലിക്കുക. നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലങ്ങളിൽ ശബ്ദം ഉണ്ടാക്കരുത്, സ്കൂൾ പ്ലേസുകൾ, ഹോസ്പിറ്റൽ പ്ലേസുകളിൽ ശബ്ദം ഉണ്ടാക്കരുത്, ഹോൺ അടിക്കരുത്, വനമേഖലകളിൽ ഹോൺ അടിക്കരുത്. അതാണ് ഫോളോ ലോസ് ആൻഡ് ഫോളോ ടൈമിങ്സ്. 10, 10:30, 11 മണിക്ക് ശേഷം പിന്നെ സൗണ്ട് ഉണ്ടാക്കരുത്, ഉറങ്ങാനുള്ള സമയമാണ്. അങ്ങനെ ടൈമിങ്ങിനെ ഫോളോ ചെയ്യുക. യൂസ് മഫ്ലേഴ്സ് അല്ലെങ്കിൽ മഫ്ലിംഗ്, സൗണ്ട് അബ്സോർബൻസിനെ യൂസ് ചെയ്യാം. ഓക്കെ, വാഹനങ്ങളിലും എല്ലായിടത്തും എന്ത് ചെയ്യുക? സൗണ്ട് അബ്സോർബൻസ് യൂസ് ചെയ്യുക. പിന്നെ 4ാമത്തെ മെത്തേഡ് ഉണ്ട്, സാധാരണ എൻട്രൻസിന് വരുന്നതാണ്, ഗ്രീൻ ബെൽറ്റ്. ഗ്രീൻ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റിങ് ഓഫ് ട്രീസ്. ഇൻഡസ്ട്രികളിൽ നിന്നോ ഫാക്ടറികളിൽ നിന്നോ ജനവാസ മേഖലകളിലേക്ക് ആ ഗ്യാപ്പിൽ, ഇൻഡസ്ട്രി ഫാക്ടറി ഇവിടെ ഉണ്ട്, ജനവാസ മേഖലകൾ കുറച്ച് വിട്ടിട്ടാണെങ്കിൽ അതിനിടക്ക് എന്ത് ചെയ്യുക? പ്ലാന്റിങ് 4 or 5 rows ഓഫ് ട്രീസ് ഓർ പ്ലാന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക? പ്ലാന്റ് ചെയ്യുക എന്നുള്ളത് സാധാരണ എൻട്രൻസിന് വരുന്നൊരു പോയിന്റാണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ട്രീസ് ആണ് അശോക ആൻഡ് നീം ട്രീ. നീം, ആര്യവേപ്പില, നീം ഓർ അശോക മരങ്ങൾ കുഴിച്ചിടുക. 4 or 5 റോകളാക്കിയിട്ട് കുഴിച്ചിടുക. എവിടുന്ന്? നമ്മുടെ ഇൻഡസ്ട്രി നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ജനവാസ മേഖലകളിലേക്ക്. ഓക്കെ, നൗ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് വാട്ടർ പൊല്യൂഷൻ. What do you mean by water pollution? Undesirable changes that occur in the physical, chemical, biological characteristics of water. Air pollution നമ്മൾ നേരത്തെ പറഞ്ഞു. Undesirable changes that occur in the physical, chemical, biological characteristics of air ആയിരുന്നു. അതിൻ്റെ അതേപോലെ തന്നെ undesirable changes that occur in the physical, chemical, biological characteristics of water ആണ് വാട്ടർ പൊല്യൂഷൻ്റെ ഡെഫിനിഷൻ. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ agents that contribute water pollution is called water pollutants. ഏതെല്ലാം തരത്തിലുള്ള വാട്ടർ പൊല്യൂട്ടൻസുകൾ ഉണ്ട് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. 0.1% ഓഫ് പൊല്യൂട്ടൻസിന് ഒരു പ്യുവർ വാട്ടറിനെ പൊല്യൂട്ടഡ് ആക്കി മാറ്റാൻ കഴിയും. അത്രയും മൈന്യൂട്ടായിട്ടുള്ള പൊല്യൂട്ടൻസിന് പോലും ഒരു പ്യുവർ വാട്ടറിൻ്റെ വലിയൊരു ടാങ്കിനെ പൊല്യൂട്ടഡ് ആക്കി മാറ്റാൻ കഴിയും. 0.1% ഓഫ് പൊല്യൂട്ടൻസ് ക്യാൻ മേക്ക് പ്യുവർ വാട്ടർ അല്ലെങ്കിൽ കൺവേർട്ട് പ്യുവർ വാട്ടർ ഇൻ ടു പൊല്യൂട്ടഡ്. ഏതെല്ലാം ടൈപ്പ് ഓഫ് പൊല്യൂട്ടൻസ് ഉള്ളത്? ഒന്നാമത്തത് സസ്പെൻഡഡ്, ആ പേരിൽ തന്നെ മനസ്സിലാവും. രണ്ടാമത്തത് കൊളോയിഡൽ, 3 ഡിസോൾവ്ഡ്. സസ്പെൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനകത്ത് ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് കിടക്കും വെള്ളത്തിനകത്ത്. ഉദാഹരണം സാൻഡ്, സിൽറ്റ്, ക്ലേ. അലിയൂല, അത് ഉള്ളിലിങ്ങനെ കിടക്കും, എന്നിട്ട് ആ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറ്റി കളഞ്ഞിട്ടുണ്ടാവും. സാൻഡ്, സിൽറ്റ്, ക്ലേ. സസ്പെൻഡഡ് സോളിഡ് വേസ്റ്റ് ആർ സാൻഡ്, സിൽറ്റ്, ക്ലേ. നെക്സ്റ്റ് കൊളോയിഡൽ, വെള്ളത്തിൻ്റെ കളറേ മാറ്റിക്കളയും. ഫീക്കൽ മാറ്റർ, അതുപോലെ തന്നെ ബാക്ടീരിയ ഒക്കെ വെള്ളത്തിനകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ടീരിയകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ നിറം മാറും. ഒരു ക്ലൗഡിനെസ് ഉണ്ടാവും. അടുത്തത് ക്ലോത്ത്, അതുപോലെ തന്നെ പേപ്പർ പൾപ്പ്. ഇതൊക്കെ വെള്ളത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെള്ളത്തിൻ്റെ നിറമേ മാറിപ്പോവും. വാട്ടർ എന്ത് ചെയ്യും? യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അടുത്തത് ഡിസോൾവ്ഡ്, അത് വെള്ളത്തിൽ ലയിക്കും. അപ്പോൾ ഒന്നാമത്തെ വെള്ളത്തിൽ ലയിക്കാത്തത്, അലിയാതെ അവിടെ ഇങ്ങനെ കിടക്കും. രണ്ടാമത്തെ വെള്ളത്തിൻ്റെ നിറമേ മാറ്റിക്കളയും. ഡിസോൾവ്ഡ് ആകുമ്പോൾ വെള്ളത്തിൽ എന്ത് ചെയ്യും? ഡിസോൾവ് ആവും, അലിയും. ഒന്നാമത് ന്യൂട്രിയൻസ് സച്ച് ആസ് നൈട്രേറ്റ്, അമോണിയ, സോഡിയം ആൻഡ് കാൽഷ്യം. നെക്സ്റ്റ് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഇൻ കേസ് ഓഫ് പ്യുവർ വാട്ടർ ആൻഡ് ഇൻ കേസ് ഓഫ് പൊല്യൂട്ടഡ് വാട്ടർ. പ്യുവർ വാട്ടറിൻ്റെ കേസിൽ അല്ലെങ്കിൽ പൊല്യൂട്ടഡ് വാട്ടറിൻ്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് നമുക്കൊരു പ്യുവർ വാട്ടർ ആണോ പൊല്യൂട്ടഡ് വാട്ടർ ആണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്നുള്ള സുവോളജിക്കകത്തുള്ള +2 ചാപ്റ്ററിനകത്ത് നിങ്ങൾ BOD കുറിച്ച് പഠിക്കുന്നുണ്ട്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതിൻ്റെ എന്താണ് BOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ amount of oxygen consumed by bacteria to oxidize or degrade the organic matter in 1 liter of water. 1 ലിറ്റർ ഓഫ് വാട്ടറിനകത്തുള്ള ഓർഗാനിക് മാറ്ററിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയകൾക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഓക്സിജനെ വിളിക്കുന്ന പേരാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, BOD എന്ന് പറയുന്നത്. ഈ BODയുടെ അളവിനെ നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക വെദർ ഇറ്റ് ഈസ് പ്യുവർ ഓർ പൊല്യൂട്ടഡ്. സോ കം ടു ദ പോയിന്റ്. ഇൻ കേസ് ഓഫ് പ്യുവർ വാട്ടറിൻ്റെ കേസിൽ ഡിസോൾവ്ഡ്, ജസ്റ്റ് ലോജിക് ഉപയോഗിച്ചാൽ മതി, ജസ്റ്റ് ബേസിക് ലോജിക് ഉപയോഗിച്ചാൽ മതി. പ്യുവർ വാട്ടർ, ശുദ്ധമായ വെള്ളമാണെങ്കിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ അളവ് കൂടുതലായിരിക്കും. ശുദ്ധമായ വെള്ളമാണെങ്കിൽ ഡിസോൾവ്ഡ്, അലിഞ്ഞു കിടക്കുന്ന ഓക്സിജൻ അളവ് കൂടുതലേക്കാരം.
ആ സമയത്ത് BOD എന്തേക്കാരം കുറവായിരിക്കും. BOD എന്തായിരിക്കും കുറവായിരിക്കും. ഓക്സിജൻ കൂടുമ്പോൾ BOD കുറയുന്നു. അതുപോലെ തന്നെ അക്വാട്ടിക് ഓർഗാനിസംസും അവിടെ എന്തേക്കാരം കൂടുതലേക്കാരം. ഇനി പൊല്യൂട്ടഡ് വാട്ടർ ആണെങ്കിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ അളവ് എന്താവും അവിടെ മലിനീകരിച്ചു, അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് മലിനീകരണമായി പൊല്യൂട്ടൻസുകൾ കൂടിച്ചേർന്നു. അങ്ങനെയാകുമ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജൻ അളവ് എന്താവും കുറയും. പ്യുവർ വാട്ടർ ആകുമ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജൻ അളവ് കൂടുതലേക്കാരം, പൊല്യൂട്ടഡ് വാട്ടർ ആകുമ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജൻ അളവ് എന്തായിക്കാരം കുറയും. സ്വാഭാവികം BOD അപ്പം എന്തായിരിക്കും കൂടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഓക്സിജൻ അളവ് കൂടുമ്പോൾ അപ്പോൾ പ്യുവർ വാട്ടർ ആണ്, ആ സമയത്ത് BOD കുറയുന്നു. അടുത്തത് ഓക്സിജൻ അളവ് കുറയുക എന്നുള്ള അവസ്ഥ എപ്പോഴാ? അത് പൊല്യൂട്ടഡ് വാട്ടർ ആണ്, അപ്പോൾ BOD എന്തെങ്കിലും കൂടുതലേക്കാരം. അപ്പോൾ പൊല്യൂട്ടഡ് വാട്ടറിന്റെ കേസിലാണ് BOD കൂടുതൽ, പ്യുവർ വാട്ടറിന്റെ കേസിൽ BOD കുറവാണ്. ആ കാര്യം മനസ്സിലാക്കുക. ഇത് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലും മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ചാപ്റ്ററിനകത്ത് ഉപകാരപ്പെടും. അക്വാട്ടിക് ഓർഗാനിസംസ് കുറവായിരിക്കും, കാരണം പൊല്യൂട്ടഡ് വാട്ടർ ആകുമ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയുന്നു. ഒക്കെ ലോജിക്ക് വെച്ചിട്ട് ചിന്തിച്ചാൽ മതി. പൊല്യൂട്ടഡ് വാട്ടർ ആകുമ്പോൾ മലിനീകരിച്ച വാട്ടർ ആകുമ്പോൾ എന്താണ് അതിനകത്തുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ അളവ് കുറയുന്നു. ഡിസോൾവ്ഡ് ഓക്സിജൻ അളവ് കുറയുമ്പോൾ എന്താണ് സ്വാഭാവികം? അക്വാട്ടിക് ഓർഗാനിസംസ് മരിച്ചു ചത്തുപോകുന്നു. അക്വാട്ടിക് ഓർഗാനിസംസ് റെഡ്യൂസ്. ഈ പോയിന്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ പോയിന്റ് കൃത്യമായി ബേസിക് ലോജിക്ക് വെച്ചാൽ മനസ്സിലാവും. ഇങ്ങനെ തന്നെ പ്യുവർ വാട്ടർ ശുദ്ധമായ വെള്ളം ആകുമ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജൻ അളവ് കൂടുതലാണ്, അപ്പോൾ BOD എന്തായാലും കുറവേക്കാരം, അപ്പോൾ അക്വാട്ടിക് ഓർഗാനിസംസ് കൂടുതലേക്കാരം. ഇനി പൊല്യൂട്ടഡ് വാട്ടർ ആകുമ്പോൾ മലിനീകരിച്ച് ശുദ്ധമായ വെള്ളം മലിനമായി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികം അതിനകത്തുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ അളവ് കുറയുന്നു. ഡിസോൾവ്ഡ് ഓക്സിജൻ അളവ് കുറയുമ്പോൾ എന്താണ് അതിനകത്തുള്ള BOD കൂടുന്നു, അപ്പോൾ അക്വാട്ടിക് ഓർഗാനിസംസ് ചത്തുപോകുന്നു, അല്ലാണ്ടാവുന്നു. ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയുമ്പോൾ തന്നെ അക്വാട്ടിക് ഓർഗാനിസം ചത്തുപോകുന്നു ഉറപ്പല്ലേ. അടുത്തത് ഒരു നോട്ടാണ്. ഒരു ന്യൂട്രിയൻസുകളോ അല്ലെങ്കിൽ പൊല്യൂട്ടൻസുകൾ, ന്യൂട്രിയൻസിനെ നമുക്ക് പൊല്യൂട്ടൻസ് ആയിട്ട് പരിഗണിക്കാം. ന്യൂട്രിയൻസ് വെള്ളത്തിനകത്ത് കൂടിക്കഴിഞ്ഞാൽ, ഇഫ് ന്യൂട്രിയൻസ് ഇൻക്രീസ് ഇൻ വാട്ടർ, ഒരു ശുദ്ധമായ വെള്ളമാണ്, ഇവിടെ ഒരു ലേക്ക് അല്ലെങ്കിൽ പോണ്ട് ഉണ്ട്, അതിനകത്ത് ശുദ്ധമായ വെള്ളത്തിനകത്തേക്ക് ന്യൂട്രിയൻസ് കലർന്നു കഴിഞ്ഞാൽ സ്വാഭാവിക വാട്ടർ ഇസ് സെഡ് ടു ബി പൊല്യൂട്ടഡ്. അപ്പോൾ നമ്മൾ നേരെ ഈ കണ്ടീഷൻസിലേക്ക് പോകും. അപ്പോൾ എന്താണ് ഡിസോൾവ്ഡ് ഓക്സിജൻ അളവ് കുറയും, BOD കൂടും, അക്വാട്ടിക് ഓർഗാനിസംസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ കൂടെ. അപ്പം നമ്മൾ ഇത്ര മനസ്സിലാക്കുക, ന്യൂട്രിയൻസ് നല്ല ശുദ്ധമായ വെള്ളത്തിനകത്ത് ന്യൂട്രിയൻസ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദ വാട്ടർ ഇസ് സെഡ് ടു ബി പൊല്യൂട്ടഡ്. അപ്പോൾ എന്താ ഡിസോൾവ്ഡ് ഓക്സിജൻ അളവ് കുറയുന്നു, BOD കൂടുന്നു. അപ്പോൾ എന്താ പ്ലാങ്ക്ടൺസുകൾ അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഓർ സൂ പ്ലാങ്ക്ടൺസ് അല്ലെങ്കിൽ വാട്ടർ ഹയാസിന്ത് പോലുള്ള ആളുകൾ വെള്ളത്തിൻ്റെ മുകളിൽ ന്യൂട്രിയൻസ് കൂടിക്കഴിഞ്ഞാൽ ഫൈറ്റോ പ്ലാങ്ക്ടൺസും സൂ പ്ലാങ്ക്ടൺസും എന്ത് ചെയ്യും? വളരുന്നു. ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഫ്ലോട്ടിംഗ് എന്ന അർത്ഥം, വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന. ഫൈറ്റോ പ്ലാങ്ക്ടൺ ആകുമ്പോൾ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഫ്രീ ഫ്ലോട്ടിംഗ്. ഫൈറ്റോ പ്ലാങ്ക്ടൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഫ്രീ ഫ്ലോട്ടിംഗ്. സൂ പ്ലാങ്ക്ടൺ ആകുമ്പോഴോ ഫോട്ടോസിന്തറ്റിക് അല്ല, ഹെട്രോട്രോപ്പിക് ആയിട്ടുള്ള ഫ്രീ ഫ്ലോട്ടിംഗ്. അപ്പം സൂ പ്ലാങ്ക്ടൺസ് വിൽ ഡിപ്പെൻഡ് ഓൺ ഫൈറ്റോ പ്ലാങ്ക്ടൺ, സൂ പ്ലാങ്ക്ടൺസ് വിൽ ഡിപ്പെൻഡ് ഓൺ ഫൈറ്റോ പ്ലാങ്ക്ടൺ. അപ്പോൾ ഫൈറ്റോ പ്ലാങ്ക്ടൺസും ഉണ്ട്, സൂ പ്ലാങ്ക്ടൺസും ഉണ്ട്. സോ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? വെള്ളത്തിന്റെ ന്യൂട്രിയൻ. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക, വെള്ളത്തിന്റെ ന്യൂട്രിയൻസ് കൂടുമ്പോൾ വാട്ടർ ഈസ് സെഡ് ടു ബി പൊല്യൂട്ടഡ്. വെള്ളം പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ ന്യൂട്രിയൻസാണ് കൂടിയത്. ന്യൂട്രിയൻസ് കൂടുമ്പോൾ ഫൈറ്റോ പ്ലാങ്ക്ടൺസ്, സൂ പ്ലാങ്ക്ടൺസ് അല്ലെങ്കിൽ വാട്ടർ ഹയാസിന്ത് പോലുള്ള ആളുകൾ എന്ത് ചെയ്യും? വെള്ളത്തിന്റെ മുകളിൽ വളരും. ഇവർ വെള്ളത്തിന്റെ മുകളിൽ വളർന്നു കഴിഞ്ഞാൽ സ്വാഭാവികം വെള്ളത്തിനകത്തുള്ള ഡിസോൾവ്ഡ് ഓക്സിജനെ ഫുൾ ഇവരെന്ത് ചെയ്യും? ഡ്രെയിൻ ചെയ്യും. ഇവരെന്ത് ചെയ്യും? വലിച്ചെടുക്കും. നമ്മൾ +2 ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ വാട്ടർ ഹയാസിന്ത് ഈസ് ഓൾസോ നോൺ ആസ് ടെറർ ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് പറയാനുള്ള കാരണം? ഡിസോൾവ്ഡ് ഓക്സിജൻ അവരെന്ത് ചെയ്യുന്നു? വലിച്ചെടുക്കുന്നു. ഡിസോൾവ്ഡ് ഓക്സിജൻ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഓക്സിജൻ അളവ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഡിക്രീസ് ഓക്സിജൻ ലെവൽ. സോ BOD വിൽ ബി ഇൻക്രീസ്. സോ ദ വാട്ടർ ഇസ് സെഡ് ടു ബി പൊല്യൂട്ടഡ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡെത്ത് ഓഫ് അക്വാട്ടിക് ഓർഗാനിസം. ഇതാണ് അവിടെ നടക്കുന്ന ഒരു സംഗതി. ആ വെള്ളത്തിൽ പൊല്യൂട്ടഡ് വാട്ടറിനകത്ത് നടക്കുന്ന ഒരു സംഗതി ഇതാണ്. എങ്ങനെയാണ് പൊല്യൂട്ടഡ് വാട്ടർ ആവുന്നത്? പ്യുവർ വാട്ടറിനകത്ത് ന്യൂട്രിയൻസ് പോലുള്ള സംഗതികൾ, പൊല്യൂട്ടൻസുകൾ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ വാട്ടർ ഇസ് സെഡ് ടു ബി പൊല്യൂട്ടഡ്. അപ്പോൾ സ്വാഭാവികം എന്ത് ചെയ്യുന്നു? ഫൈറ്റോ പ്ലാങ്ക്ടൺ, സൂ പ്ലാങ്ക്ടൺ പോലുള്ള ആളുകൾ വളരുന്നു. അത് വളർന്നു കഴിഞ്ഞാൽ ഡിസോൾവ്ഡ് ഓക്സിജൻ അളവ് കുറയുന്നു, BOD എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഡെത്ത് ഓഫ് അക്വാട്ടിക് ഓർഗാനിസം. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ്, ഈ BODയും അതുപോലെ തന്നെ ഓക്സിജൻ ലെവലും തമ്മിലുള്ള ഒരു റിലേഷനാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നൊരു ഗ്രാഫാണ്. ഇവിടെ കോൺസെൻട്രേഷൻ ആണ്, ഇവിടെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണ്. ഫ്ലോ ഡയറക്ഷൻ ആണ്. ഈ ഗ്രാഫിന്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു അവസ്ഥയിൽ പ്യുവർ വാട്ടറാണ്. പ്യുവർ വാട്ടർ ആവുമ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജൻ കൂടുതലായി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഒരു സംഗതിയെ ഗ്രാഫിക്കലാക്കിയതാണത്. ഈ ഒരു ചാർട്ടിനെ ഗ്രാഫാക്കിയതാണത്. ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കഥയായിട്ട് ഓർത്തു വെച്ചാൽ മതി. നല്ലൊരു നദി ഒഴുകി വരുന്നുണ്ട്. ആ ഒഴുകി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ പ്യുവർ വാട്ടറാണ് ആ നദിക്കുള്ളത്, ആ ഒരു അവസ്ഥയാണിത്. അപ്പോൾ അതിനകത്ത് ഡിസോൾവ്ഡ് ഓക്സിജൻ കൂടുതലായിരിക്കും, അപ്പോൾ BOD കുറവായിരിക്കും.
ഇനി ആ ഒഴുകി വരുന്ന നദിയുടെ തീരത്ത് അല്ലെങ്കിൽ അടുത്ത് എന്തുണ്ട്, ഒരു ഫാക്ടറി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ നിന്ന് വേസ്റ്റുകൾ ഈ നദിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സോ ദ വാട്ടർ ഇസ് സെഡ് ടു ബി പൊല്യൂട്ടഡ്. അപ്പൊ അത് മുതൽ ഈ ഒരു അവസ്ഥ മുതൽ വാട്ടർ ഇസ് സെഡ് ടു ബി പൊല്യൂട്ടഡ്. സ്വാഭാവികം എന്തായി, ഡിസോൾവ്ഡ് ഓക്സിജൻ അളവ് കുറഞ്ഞു, BOD എന്ത് ചെയ്തു, കൂടി. ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊല്യൂട്ടഡ്. അപ്പൊ ഈ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, പൊല്യൂട്ടഡ്. അപ്പൊ ഈ ഒരു അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, പ്യുവർ. അപ്പൊ പ്യുവർ ആവുമ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജൻ കൂടുന്നു, BOD കുറയുന്നു. നേരത്തെ പറഞ്ഞതാണ്. പൊല്യൂട്ടർ ആവുമ്പോൾ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയുന്നു, BOD എന്ത് ചെയ്തു, കൂടുന്നു. ഇനി ഇവിടുന്ന് എന്താണ്, ആ വെള്ളത്തിനെ വീണ്ടും ശുദ്ധീകരിക്കുകയാണ്. ഇവിടുന്ന് വീണ്ടും ആ വെള്ളത്തിനെ എന്ത് ചെയ്യുക, ശുദ്ധീകരിക്കുക. സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. അപ്പൊ ഇവിടെ എന്താണ്, സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് പോയി. സ്വാഭാവികം എന്ത് ചെയ്യുന്നു, ആ വെള്ളം ശുദ്ധീകരിച്ചു. അപ്പൊ ഡിസോൾവ്ഡ് ഓക്സിജൻ വീണ്ടും കൂടി, BOD വീണ്ടും കുറഞ്ഞു. ഇതാണ് ഒരു BODയും ഓക്സിജനും തമ്മിലുള്ള റിലേഷനാണ് ഇൻ കേസ് ഓഫ് പ്യുവർ വാട്ടർ ആൻഡ് പൊല്യൂട്ടർ വാട്ടർ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അത് ഒന്നുമില്ല, ഈ ഗ്രാഫിന് നേരെ ഈ ഒരു ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഈ ചാർട്ടിനെ ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാം. സിമ്പിളായി മനസ്സിലാവും. അടുത്തത് എന്തെല്ലാമാണ് വാട്ടർ പൊല്യൂഷന്റെ ഭവിഷ്യത്തുകൾ. ഒന്ന് ബയോമാഗ്നിഫിക്കേഷൻ, ഒന്നാണ് ബയോമാഗ്നിഫിക്കേഷൻ. ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ റിസോഴ്സ് മാഗ്നിഫിക്കേഷൻ എന്നാണ്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ നാച്ചുറൽ Biomagnification is the increase in concentration of toxic in increasing trophic level. ഓരോ ട്രോഫിക് ലെവൽ കൂടുന്തോറും അവിടുത്തെ ടോക്സിൻസിന്റെ ഡെപ്പോസിഷൻ കൂടുകയാണ്. അപ്പം ആ വാക്കുന്നതിന് അർത്ഥം മനസ്സിലായി. മാഗ്നിഫിക്കേഷൻ വലുതാവുക, മാഗ്നിഫൈ എന്നാൽ വലുതാവുകയാണ്. ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ട്രോഫിക് ലെവൽ കൂടുന്തോറും എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് ടോക്സിൻസിന്റെ കോൺസെൻട്രേഷൻ കൂടി വരുന്നു ഓരോ ട്രോഫിക് ലെവൽ കൂടുമ്പോഴും. ഇനി അതിന്റെ എക്സാമ്പിൾ ആണ്, ഇപ്പൊ ഒരു വെള്ളമുണ്ട്, ഒരു പോണ്ടോ ലേക്കോ എന്തോന്നാവട്ടെ, അതിൽ DDT ലയിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ DDT ലയിച്ച് കിടക്കുമ്പോൾ സ്വാഭാവിക DDT ഇസ് എ ടൈപ്പ് ഓഫ് ന്യൂട്രിയൻ ഇൻ ദ വാട്ടർ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഡിസോൾവ്ഡ് അറ്റ്. സ്വാഭാവികം ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് വളരുന്നു. ഫൈറ്റോ പ്ലാങ്ക്ടൺസും സൂ പ്ലാങ്ക്ടൺസ് വളരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ DDT ആദ്യം എടുക്കുന്ന ആൾ, അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ എടുക്കുന്ന ആൾ ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ്. ഫൈറ്റോ പ്ലാങ്ക്ടൺസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തൊട്ട് മുകളിൽ വരുന്ന സൂ പ്ലാങ്ക്ടൺ ആണ്. അപ്പം ഫൈറ്റോ പ്ലാങ്ക്ടൺസിനേക്കാൾ ഏറെ ഫുഡ് വേണം, അല്ലെങ്കിൽ DDT അല്ലെങ്കിൽ ഭക്ഷണം വേണം അവർക്ക് സൂ പ്ലാങ്ക്ടൺസിന്, കാരണം അവർ ഹെറ്ററോട്രോപിക് ആണ്. അപ്പോൾ സൂ പ്ലാങ്ക്ടൺസ് കൂടുതൽ ഫുഡ് എടുക്കുന്നു. അപ്പം ഫുഡിന്റെ അളവ് 0.003 ആയിരുന്നു, ഇവിടെ 0.04 ആയി. പാർട്സ് പെർ മില്യൺ. ഇനി അടുത്ത ലെവൽ സ്മോൾ ഫിഷ്. സൂ പ്ലാങ്ക്ടൺസ് ആണോ സ്മോൾ ഫിഷ് ആണോ വലുത്? സ്മോൾ ഫിഷ് ആണ്. കമ്പാരിറ്റീവ്ലി അതിന്റെ ബോഡി മാസിൽ സൈസ് കൂടുതൽ സ്മോൾ ഫിഷ് ആണ്. സ്വാഭാവികം അവരെന്ത് ചെയ്യുന്നു, അപ്പോൾ അവരെടുക്കുന്നതിന്റെ അളവ് വീണ്ടും കൂടുന്നു. അപ്പോൾ അടുത്ത ട്രോഫിക് ലെവൽ വീണ്ടും കൂടി. ഇനി സ്മോൾ ഫിഷ് ആണോ ലാർജ് ഫിഷ് ആണോ സൈസിൽ കൂടുതൽ? ലാർജ് ഫിഷ് ആണ്. അപ്പോൾ ലാർജ് ഫിഷിന് എടുക്കേണ്ട അളവ് എന്ത് ചെയ്തു, വീണ്ടും കൂടി. ഇനി ലാർജ് ഫിഷിനെ തിന്നുന്ന വലിയ പക്ഷികൾ ഉണ്ടാവും, ഫിഷ് ഈറ്റിംഗ് ബേർഡ്സ്, അവരുടെ ബോഡിക്കകത്ത് എന്ത് ചെയ്യുന്നു, അളവ് വീണ്ടും കൂടുന്നു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 പോയിന്റാണ്. ഒന്ന്, ഓരോ ട്രോഫിക് ലെവൽ കൂടും തോറും അവരുടെ സൈസ് കൂടുന്നുണ്ട്. അവരുടെ സൈസിനനുസരിച്ച് അവരുടെ ഭക്ഷണം എടുക്കുന്നതിൻ്റെ അളവ് കൂടും. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഏത് ടോക്സിൻസിന്റെ പ്രത്യേകത, ടോക്സിൻസ് will not be digested. ടോക്സിൻസ് എന്തിന്നില്ല, ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് വിൽ ബി ഡെപ്പോസിറ്റഡ് വിത്തിൻ ദ ലിവറിനകത്തോ അല്ലെങ്കിൽ ബോഡിക്കകത്തോ എന്ത് ചെയ്യും, അത് ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കും. അത് എന്തിന്നില്ല, ഡൈജസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം. മൂന്നാമത്തെ പോയിന്റ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ ടോക്സിൻസുകൾ DDT ഏറ്റവും കൂടുതൽ അളവ് ഈഗിളിലായതുകൊണ്ട് അല്ലെങ്കിൽ ഫിഷ് ഈറ്റിംഗ് ബേർഡ്സിലായതുകൊണ്ട് അവരുടെ പോപ്പുലേഷനിൽ വൻ തകർച്ച സംഭവിച്ചു. കാരണം DDT വിൽ ഡിസ്ട്രോയ് ദ കാൽഷ്യം മെറ്റബോളിസം. അപ്പോൾ ഈ പക്ഷികളുടെ മുട്ട ഇടുന്നതിൻ്റെ ആ ഒരു മെറ്റബോളിസത്തിനെ താറുമാറാക്കി. അങ്ങനെ മുട്ടയെ എന്ത് ചെയ്തു, അവർ മുട്ട വിരിഞ്ഞ് പുതിയ കുഞ്ഞുങ്ങളാവുന്നതിന് മുന്നേ തന്നെ ആ മുട്ട എന്ത് ചെയ്യുന്നു, പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. കാരണം DDT വിൽ ഡിസ്ട്രോയ് ദ കാൽഷ്യം മെറ്റബോളിസം. അതും ഓർത്തു വെക്കുക. ഇനി എന്താണ് ഹെവി മെറ്റൽസ്? ഗ്രേറ്റർ ദാൻ 5 gram per centimeter ക്യൂബ് വരുന്ന മെറ്റലുകളെയാണ് ഹെവി മെറ്റൽ എന്ന് വിളിക്കുക. എക്സാമ്പിൾ മെർക്കുറി, കാഡ്മിയം, കോപ്പർ, ലെഡ്, DDT. ഇതിനകത്ത് ഒരുപാട് ഡിസീസുകൾ വരുന്നുണ്ട്. മെർക്കുറിയൊക്കെ ആണെങ്കിൽ മിനമാത്ത ഡിസീസ്, അങ്ങനെ ഒരുപാട് ഡിസീസുകൾ നിങ്ങൾക്ക് പഠിക്കാൻ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ മിനമാത്ത, ഇറ്റായി ഡിസീസ് പോലുള്ള ഡിസീസുകൾ വരുന്നുണ്ട്. എങ്ങനെ? ബയോമാഗ്നിഫിക്കേഷൻ പഠിക്കുമ്പോൾ. നെക്സ്റ്റ് വൺ ഈസ് യൂട്രോഫിക്കേഷൻ. What do you mean by eutrophication? Natural aging of lake.
ക്രമാതീതമായി കായലുകൾ കരയായി മാറുന്നു. അതിനാണ് യൂട്രോഫിക്കേഷൻ എന്ന് വിളിക്കുക. അതിന്റെ വേഗത കൂടും. ദാറ്റ് ഈസ് കോൾഡ് ആക്സിലറേറ്റഡ് യൂട്രോഫിക്കേഷൻ ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്. തെർമൽ പവർ പ്ലാന്റ് എന്നുള്ള ചൂട് വെള്ളങ്ങളൊക്കെ വെള്ളത്തിലേക്ക് കായലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ യൂട്രോഫിക്കേഷന്റെ വേഗത കൂടും. ദാറ്റ് ഈസ് കോൾഡ് ആക്സിലറേറ്റഡ് യൂട്രോഫിക്കേഷൻ. അപ്പോൾ എന്താ, അക്വാറ്റിക് ഓർഗാനിസംസ് ആയിട്ടുള്ള ഫിഷിന്റെ ഒക്കെ ഡെപ്ത് എന്ത് വേഗത കൂടും. ദാറ്റ് ഈസ് കോൾഡ് ആക്സിലറേറ്റഡ് യൂട്രോഫിക്കേഷൻ. എന്താണ് യൂട്രോഫിക്കേഷൻ? നാച്ചുറൽ ഏജിങ് ഓഫ് ലേക്ക്. ഈ കായലുകൾ ക്രമേണ കരയായി മാറും. തൗസൻഡ്സ് ഓർ ഒരുപാട് വർഷങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും വർഷങ്ങൾ എടുക്കുന്ന ഒരു പ്രക്രിയയാണ് യൂട്രോഫിക്കേഷൻ. നാച്ചുറൽ ഏജിങ് ഓഫ് ലേക്ക്. കായലുകൾ കരയായി മാറുന്നു. എങ്ങനെയാണ് അത് മാറുന്നത്? ശ്രദ്ധിക്കുക. ന്യൂട്രിയൻസുകൾ വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വാഭാവികം ഡിസോൾവ്ഡ് ഓക്സിജൻ അളവ് എന്ത് ചെയ്യുന്നു? കുറയുന്നു, BOD കൂടുന്നു. ന്യൂട്രിയൻസുകൾ വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയുന്നു, BOD കൂടുന്നു. ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയുന്നു, BOD എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇത് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ദ വാട്ടർ ഇസ് സെഡ് ടു ബി പൊല്യൂട്ടഡ്. വാട്ടർ എന്തായി മാറി? പൊല്യൂട്ടറായി മാറി. വാട്ടർ പൊല്യൂട്ടറായി മാറിക്കഴിഞ്ഞാൽ ഫൈറ്റോ പ്ലാങ്ക്ടൺസും സൂ പ്ലാങ്ക്ടൺസും വളരുന്നു. വെള്ളത്തിന്റെ മുകളിൽ ഫൈറ്റോ പ്ലാങ്ക്ടണും സൂ പ്ലാങ്ക്ടണും വളരുന്നു. അപ്പോൾ സ്വാഭാവികം അവരെന്ത് ചെയ്യുന്നു? അവർ വളരുന്നത് കൊണ്ടാണ് ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ അവരെന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്തൊക്കെ. അപ്പോൾ അതിനകത്തുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ അളവ് കുറഞ്ഞു, BOD കൂടി. ദ വാട്ടർ ഇസ് സെഡ് ടു ബി പൊല്യൂട്ടഡ്. ദ വാട്ടർ ഇസ് സെഡ് ടു ബി പൊല്യൂട്ടഡ്. വെള്ളം പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ കുറഞ്ഞു. ഡിസോൾവ്ഡ് ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അക്വാറ്റിക് ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു? ചത്തുപോകുന്നു. അക്വാറ്റിക് ഓർഗാനിസംസ് ഡെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓർഗാനിക് ഡബ്രിസ്കളൊക്കെ ഈ കായലുകളുടെ തീരങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ എൻസിൽ എന്ത് ചെയ്യുന്നു? ഷാലോ ആയിട്ട് അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ അടിഞ്ഞു കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ലേക്ക് എന്ത് ചെയ്യുന്നു? ഷാലോവറായി മാറുന്നു. അങ്ങനെ എവൻച്വലി ദിസ് ലേക്ക് ബിക്കം ലാൻഡ്. അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിട്ടുണ്ട്. അതിനെ ഞാനൊരു സിംപ്ലിഫൈ ചെയ്ത് കൊടുത്തേക്കാണ്. കാണാം. ന്യൂട്രിയൻസ് സച്ച് ആസ് ഫോസ്ഫറസ് ആൻഡ് നൈട്രേറ്റ് ആഡഡ് ടു വാട്ടർ. ന്യൂട്രിയൻസ് സച്ച് ആസ് ഫോസ്ഫറസ് ആൻഡ് നൈട്രേറ്റ് ആഡഡ് ടു വാട്ടർ. സ്വാഭാവികം പ്ലാങ്ക്ടൺസ് വളരുന്നു, ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയുന്നു, BOD കൂടുന്നു. ഡെത്ത് ഓഫ് അക്വാറ്റിക് ഓർഗാനിസം. ഇവിടെ എത്തി. ഡെത്ത് ഓഫ് അക്വാറ്റിക് ഓർഗാനിസംസ്. ഡെത്ത് ഓഫ് അക്വാറ്റിക് ഓർഗാനിസം. ലേക്ക് ഫെർട്ടിലിറ്റി കൂടി. കായലിൻ്റെ വളക്കൂറ് കൂടി, ഫെർട്ടിലിറ്റി കൂടി. ഓർഗാനിക് മാറ്റർ ഡെപ്പോസിറ്റ്. കായലിൻ്റെ തീരങ്ങളിൽ ഓർഗാനിക് മാറ്റേഴ്സ് എന്തെങ്കിലും അടിഞ്ഞു കൂടി, ഡെപ്പോസിറ്റ്. ലേക്ക് ബിക്കം ഷാലോവർ. കായലുകളൊന്ന് ചെറുതായി വരാൻ തുടങ്ങി. ലേക്ക് ബിക്കം ഷാലോവർ. മാർഷി പ്ലാന്റ്സുകൾ വളരാൻ തുടങ്ങി. ഈ ചീഞ്ഞളിഞ്ഞ സ്ഥലങ്ങളിൽ വളരുന്ന മാർഷി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ അവിടെ വളരാൻ തുടങ്ങി. അങ്ങനെ അവിടെ മണ്ണിനെ പിടിച്ചു നിർത്താൻ തുടങ്ങി. മണ്ണ് പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ ലാർജ് പ്ലാന്റ്സ് ഗ്രോ. വലിയ ചെടികൾ വളരുന്നു. എവൻച്വലി ക്രമേണ എന്തായിരുന്നു? ലേക്ക് ബിക്കം ലാൻഡ്. വർഷങ്ങളോളം നീണ്ടെടുക്കുന്ന പ്രക്രിയ. ദാറ്റ് ഇസ് കോൾഡ് യൂട്രോഫിക്കേഷൻ. ഇതിന് യൂട്രോഫിക്കേഷൻ എന്നുള്ള പ്രക്രിയ, ഈ പ്രക്രിയ ന്യൂട്രിയൻസ് വരുമ്പോഴാണ്. അത് ഒരുപാട് വർഷം എടുക്കും. പക്ഷേ ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യന്മാരുടെ ആക്ടിവിറ്റീസും കൂടി അവിടെ വന്നു കഴിഞ്ഞാൽ തെർമൽ പവർ പ്ലാന്റ് എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻ്റർഫിയറൻസ് വഴി വെള്ളത്തിനകത്തേക്ക് പൊല്യൂട്ടൻസുകൾ ഹൈ എമൗണ്ടിൽ, മാസീവ് എമൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ തെർമൽ പവർ പ്ലാന്റിൽ നിന്നൊക്കെ ചൂട് വെള്ളങ്ങൾ കായലിലേക്കാണ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം അക്വാറ്റിക് ഓർഗാനിസം പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ചത്തുപോകുന്നു. അപ്പോൾ യൂട്രോഫിക്കേഷൻ്റെ വേഗത കൂടുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആക്സിലറേറ്റഡ് യൂട്രോഫിക്കേഷൻ. Now we will study the case study related with water pollution. ആ കേസ് സ്റ്റഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ആ ഒരു സ്റ്റോറി, ആ ഒരു കഥയാണ് മനസ്സിലാക്കേണ്ടത്. ടൗൺ ഓഫ് അർക്കാട്ടയിലുള്ള നോർത്ത് കോസ്റ്റ് ഓഫ് കാലിഫോർണിയയോട് ചേർന്ന് കാണപ്പെടുന്ന ടൗൺ ഓഫ് അർക്കാട്ടയിലുള്ള ആളുകളും ഹംബോൾട്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുള്ള പിള്ളേരും അതുപോലെ തന്നെ ടൗൺ പീപ്പിളും കൂടിയിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തു. അതായത് ആ നാട്ടിലുള്ള വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു പുതിയൊരു പദ്ധതി ഉണ്ടാക്കുകയാണ്. അതാണ് കേസ് സ്റ്റഡിക്കകത്ത് പറയുന്നത്. ഒന്ന്, ടൗൺ ഓഫ് അർക്കാട്ട, നോർത്ത് കോസ്റ്റ് ഓഫ് കാലിഫോർണിയയോട് ചേർന്ന് കാണപ്പെടുന്ന ടൗൺ ഓഫ് അർക്കാട്ട എന്നുള്ള പ്ലേസിലുള്ള ആളുകളും ഹംബോൾട്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികളും അതുപോലെ തന്നെ ടൗൺ പീപ്പിളും കൂടിയിട്ട് എന്ത് ചെയ്തു? ഇൻ്റഗ്രേറ്റഡ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തു. ഇൻ്റഗ്രേറ്റ് എന്ന് പറയുമ്പം രണ്ട് പ്രവർത്തനങ്ങൾ കമ്പൈൻ ചെയ്തുകൊണ്ട്. ആ പ്രവർത്തനം രണ്ട് മെത്തേഡ് ഉണ്ടായിരുന്നു. ഒന്ന്, കൺവെൻഷണൽ സെഡിമെൻറ്റേഷൻ, ഫിൽട്രേഷൻ ആൻഡ് ക്ലോറിനേഷൻ. എല്ലാവർക്കും അറിയുന്ന സെഡിമെൻറ്റേഷൻ, ഫിൽട്രേഷൻ ആൻഡ് ക്ലോറിനേഷൻ. ബി, അടുത്തത് സീരീസ് ഓഫ് 6 കണക്റ്റഡ് 60 hectares ഓഫ് ലാൻഡ് അവരെടുത്തിട്ട് എന്ത് ചെയ്തു? അതിനെ ഒരു ലെയറുകളാക്കി മാറ്റി. എന്നിട്ട് ഓരോ ലെയറിനകത്തും ആ മാർഷി ലാൻഡിനകത്ത് ചില ഭാഗങ്ങളിൽ ആൽഗകൾ ഇട്ടു, ചില ഭാഗങ്ങളിൽ ഫഞ്ചൈ, ബാക്ടീരിയ, വലിയ പ്ലാന്റുകൾ, ഇങ്ങനെയുള്ള ഓരോ വസ്തുക്കളെയും ഓരോരോ ഏരിയകളിട്ട് എന്നിട്ട് എന്ത് ചെയ്തു? വേസ്റ്റ് വാട്ടറിന് മുകളിൽ നിന്ന് ഒഴുക്കി. അങ്ങനെ അവർ പറയുന്നത് ഈ അതിനകത്തുള്ള ലാർജ് വേസ്റ്റുകളൊക്കെ, സെറ്റിലബിൾ ആയിട്ടുള്ള ലാർജ് വേസ്റ്റുകളൊക്കെ മുകളിൽ വലിയ പ്ലാന്റുകളിൽ അടിഞ്ഞുകൂടി. പിന്നീട് ഓർഗാനിക് ഡബ്രിസുകളെയും ഓർഗാനിക് വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ എന്ത് ചെയ്യും? ബാക്ടീരിയകളും ഫംഗസുകളൊക്കെ എന്ത് ചെയ്തു? ഓക്സിഡൈസ് ചെയ്തു, അല്ലെങ്കിൽ അതിനെന്ത് ചെയ്തു? നിർജ്ജീവമാക്കി.
അവസാനം അവർക്ക് പ്യുവർ വാട്ടർ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റി എന്നാണ് അവരുടെ ഈ കേസ് സ്റ്റഡി തെളിയിക്കുന്നത്. അടുത്ത കേസ് സ്റ്റഡിയാണ് എക്കോസാൻ ഓർ എക്കോളജിക്കൽ സാനിറ്റേഷൻ. ഇതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ്. ഒന്നുമില്ല, ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് ഡ്രൈ കമ്പോസ്റ്റിംഗ് ടോയ്ലറ്റ് ആണ്. ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ശ്രീലങ്ക, തമിഴ്നാട് പോലുള്ള ഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മെത്തേഡാണ് എക്കോളജിക്കൽ സാനിറ്റേഷൻ. എക്കോളജിക്കൽ സാനിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ്ലിംഗ് ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്റ, മനുഷ്യന്മാരുടെ മലത്തിനെ ഉപയോഗിച്ചുകൊണ്ടാണ്, ഹ്യൂമൻ എക്സ്ക്രീറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മെത്തേഡ്. ഇവിടെ എന്താണ് ഹാൻഡ്ലിംഗ് ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്റ. ഈ പോയിന്റുകൾ നിങ്ങൾ ഓരോ പോയിന്റുകളും കൃത്യമായി പഠിച്ചിരിക്കണം. ഹാൻഡ്ലിംഗ് ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്റ മനുഷ്യന്മാരുടെ മല ഉപയോഗിച്ചുള്ള മെത്തേഡാണ്. എന്താണ് ഈ മെത്തേഡ്? ഹ്യൂമൻ എക്സ്ക്രീറ്റ എന്ത് ചെയ്യുക, റീസൈക്കിൾ ചെയ്തിട്ട് അതിനെ റിസോഴ്സ് ആക്കി മാറ്റുക. അതിനെ റീസൈക്കിൾ ചെയ്തിട്ട് റിസോഴ്സ് ആക്കി മാറ്റുക. എങ്ങനെ റീസൈക്കിൾ ചെയ്യുന്നത്? ആ മലം ഒഴിവാക്കിയതിനു ശേഷം അതിനെ യൂസിങ് ഡ്രൈ കമ്പോസ്റ്റിംഗ് ടോയ്ലറ്റിലേക്ക് മാറ്റുക. ഡ്രൈ ചെയ്തിട്ട് അതിനെ വളമാക്കി മാറ്റുക. ആ വളത്തിനെയാണ് പിന്നെ സസ്യജീവജാലങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഉപകാരം, ഇറ്റ് ഈസ് വെരി പ്രാക്ടിക്കൽ ഹൈജീൻ എഫിഷ്യൻറ്റ് മെത്തേഡാണ്. രണ്ടാമത്തത് കോസ്റ്റ് എഫക്റ്റീവ്, വളരെ സാമ്പത്തികമായിട്ടൊന്നും അത്ര വലിയ കൂടുതലായിട്ട് ചിലവില്ലാത്തൊരു മെത്തേഡാണ്. കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ ടു ഹ്യൂമൻ വേസ്റ്റ്. അപ്പോൾ ഹ്യൂമൻ വേസ്റ്റ് കൊണ്ടുപോയി ഒഴിവാക്കാൻ എവിടെയാണെന്നുള്ള ആലോചിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാം. നമുക്കെന്താണ് ഹാൻഡ്ലിംഗ് ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്റ. എങ്ങനെയാണ് ഹ്യൂമൻ എക്സ്ക്രീറ്റ റീസൈക്കിൾഡ് ആസ് എ ബയോളജിക്കൽ റിസോഴ്സ്. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, വളമാക്കിയിട്ട് ഉപയോഗിക്കുക. ദിസ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ കേരള ആൻഡ് ശ്രീലങ്ക. ഇനിയോ ഈ ഒരു മെത്തേഡോട് കൂടി റെഡ്യൂസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങളുടെ ഉപയോഗം കുറഞ്ഞു. Now we will be discussing about solid waste. Solid waste എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറിത്തിങ് ദാറ്റ് ഗോസ് ഔട്ട് ഇൻ ട്രാഷ് ഈസ് നോൺ ആസ് സോളിഡ് വേസ്റ്റ്. അതായത് എല്ലാ വേസ്റ്റ് ബാസ്ക്കറ്റുകളിലേക്കും തള്ളപ്പെടുന്ന വേസ്റ്റുകൾ നമുക്ക് സോളിഡ് വേസ്റ്റ് എന്നറിയപ്പെടാം. ദോസ് വേസ്റ്റ് ഫ്രം ഹോം, സ്കൂൾ, ഓഫീസ്, ഹോസ്പിറ്റൽസ് എക്സെട്ര. അവർ മറ്റൊരു പേര് അറിയപ്പെടുന്നുണ്ട്, മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എന്ന പേര് അറിയപ്പെടുന്നുണ്ട്. ഉദാഹരണം പേപ്പർ, ഫുഡ്, പ്ലാസ്റ്റിക്സ് എക്സെട്ര. 3 തരത്തിൽ നമുക്ക് സോളിഡ് വേസ്റ്റിനെ തരംതിരിക്കാം. ഒന്ന് ബയോഡീഗ്രേഡബിൾ, നോൺ ബയോഡീഗ്രേഡബിൾ ആൻഡ് റീസൈക്ലബിൾ. ഒന്ന് ബയോഡീഗ്രേഡബിൾ, നമുക്ക് വീണ്ടും അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ. നോൺ ബയോഡീഗ്രേഡബിൾ, അത് മണ്ണോട് ചേർന്ന് പോവാത്ത തരത്തിൽ. അല്ലെങ്കിൽ ബയോഡീഗ്രേഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണോട് ചേർന്ന് പോകും, മണ്ണോട് അലിഞ്ഞു പോകുന്നതാണ് നോൺ ബയോഡീഗ്രേഡബിൾ മണ്ണോട് ചേർന്ന് പോകാത്ത വേസ്റ്റുകളാണ് നോൺ ബയോഡീഗ്രേഡബിൾ. റീസൈക്ലബിൾ, ആ വേസ്റ്റുകൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റീസൈക്ലബിൾ ഓർ റീയൂസബിൾ. എങ്ങനെ നമുക്ക് ഈ സോളിഡ് വേസ്റ്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ മെത്തേഡാണ് സാനിറ്ററി ലാൻഡ്ഫിൽസ്. ഒരു ഒഴിഞ്ഞ പ്രതലം കണ്ടെത്തുക. ആ ഒഴിഞ്ഞ പ്രതലത്തിൽ ഒരു വലിയൊരു ട്രഞ്ച് കുഴിക്കുക, ഒരു നല്ലൊരു കുഴി കുഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സോളിഡ് വേസ്റ്റ് അല്ലെങ്കിൽ മുനിസിപ്പൽ വേസ്റ്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ട് നേരെ താഴത്തേക്ക് ഇട്ടിട്ട് അതിനെ അമർത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യുക, ബറി സം സോയിൽ എബവ് ഇറ്റ്. അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് മൂടുക. വീണ്ടും ആ വേസ്റ്റുകൾ വീണ്ടും അടുത്ത വേസ്റ്റുകളെ വീണ്ടും കൊണ്ടുവരിക, ഇടുക, വീണ്ടും മണ്ണ് എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിലേക്ക് ഇടുക. അതിനെയാണ് നമ്മൾ സാനിറ്ററി ലാൻഡ്ഫിൽസ് എന്ന് വിളിക്കുക. രണ്ടാമത് ഓപ്പൺ ഡംപിങ് ഏരിയ. നമ്മൾ ഒരു ഒഴിഞ്ഞ ഒരു കുന്നിൻ ചെരുവിലേക്ക് വേസ്റ്റുകൾ കൊണ്ടുപോയിടുക. അവിടെ ജനവാസ മേഖലകളാവരുത്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പ്രതലമാവരുത്. അങ്ങനെ ഒഴിഞ്ഞ ഒരു കുന്നിൻ ചെരുവുകൾ ഓപ്പൺ ലോ ലൈങ് ഏരിയ ആവണമെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഓപ്പൺ ലോ ലൈങ് ഏരിയയിൽ കൊണ്ടുപോയിട്ട് വേസ്റ്റിനെ കൊണ്ടുപോയിട്ട് തള്ളുക രണ്ടാമത്തത്. മൂന്നാമത്തത് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അതിനെ നമുക്ക് 3R ഓഫ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് വിളിക്കാം. 3R, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. അങ്ങനെ 3 മെത്തേഡുകൾ. അടുത്തത് ഹോസ്പിറ്റൽ വേസ്റ്റുകളാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഷ്യൽ ബേണിംഗ്. കാരണം ഹോസ്പിറ്റലിൽ നിന്നുണ്ടാവുന്ന വേസ്റ്റുകൾ സാധാരണ ക്ലോത്ത്, ലിനൻസ് അല്ലെങ്കിൽ ബെഡ് ലിനൻസ് ഇങ്ങനത്തെ സംഗതികൾ മാത്രമല്ല ഉള്ളത്. അവിടെ സിറിഞ്ചുകളുണ്ട്, നീഡിൽസുകളുണ്ട്, അതുപോലെ തന്നെ പെട്രി ഡിഷുകളുണ്ട്, പെട്രി പ്ലേറ്റുകളുണ്ട്, മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, വേരിയസ് വൈറസ് എക്സെട്ര സാധി. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും അങ്ങനെ എൻവയോൺമെൻറ്റിലേക്ക് നേരിട്ട് വിടാൻ പാടില്ല. അപ്പം നമ്മൾ അവരെന്ത് ചെയ്യണം, നന്നായിട്ട് കത്തിക്കണം. ക്രൂഷ്യൽ ബേണിംഗ് എന്നാണ് ഇൻസിനറേഷൻ എന്ന വാക്കിനർത്ഥം. നന്നായിട്ട് കത്തിച്ച് അതിനെ കരിയിച്ച് കളയുന്ന മെത്തേഡാണ് ഇൻസിനറേഷൻ. ഇത്രയാണ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് എന്താണ് ഇ വേസ്റ്റ്? ഇ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വേസ്റ്റ് എന്നാണ് അർത്ഥം. ഇർറിപ്പയറബിൾ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഇലക്ട്രോണിക് ഗുഡ്സ്. ഇർറിപ്പയറബിൾ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഗുഡ്സുകൾ വിളിക്കുന്ന പേരാണ് ഇ വേസ്റ്റ്. കീബോർഡ് ആവാം, മോണിറ്ററുകളാവാം, അല്ലെങ്കിൽ അതിനകത്തുള്ള ചിപ്പുകളാവാം, എങ്ങനെയുള്ള എന്തും ആവാം. അതാണ് ഇർറിപ്പയറബിൾ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് ഗുഡ്സിനാണ് ഇ വേസ്റ്റ് എന്ന് വിളിക്കുക. ഇ വേസ്റ്റ് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ബറീഡ് ഇൻ ലാൻഡ്ഫിൽസ്. കുഴി കുഴിച്ചിട്ട് എന്ത് ചെയ്യാം, മണ്ണിനടിയിൽ അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ കൊണ്ട് കുഴിച്ച് മൂടാം, അല്ലെങ്കിൽ ഇൻസിനറേറ്റഡ്, കത്തിക്കാം.
അടുത്താണ് ഇതുമായി ബന്ധപ്പെട്ട സോളിഡ് വേസ്റ്റുമായി ബന്ധപ്പെട്ട കേസ് സ്റ്റഡിയാണ്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹമ്മദ് ഖാൻ, ബാംഗ്ലൂർ ബേസ് ചെയ്ത ഒരാളായിരുന്നു. അഹമ്മദ് ഖാൻ 57 വയസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പ്ലാസ്റ്റിക് ചാക്ക് ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു, പ്ലാസ്റ്റിക് സാക്ക് ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. 20 വർഷത്തോളം അദ്ദേഹം പ്ലാസ്റ്റിക് ചാക്ക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സാക്ക് മാനുഫാക്ചർ ചെയ്ത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തു. 8 വർഷം മുന്നേ അദ്ദേഹത്തിന് മനസ്സിൽ ഒരു വിഷമം തോന്നി. പ്ലാസ്റ്റിക് സാക്ക് വാസ് മേക്കിംഗ് വേരിയസ് പ്രോബ്ലം ഫോർ അവർ എൻവിയോൺമെന്റ്. അങ്ങനെ അദ്ദേഹവും അതുപോലെ തന്നെ RV എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ, അതുപോലെ തന്നെ ബാംഗ്ലൂർ സിറ്റി കോർപ്പറേഷനും അഹമ്മദ് ഖാനും കൂടിയിട്ട് എന്ത് ചെയ്തു? അവർ ചേർന്നിട്ട് എല്ലാ പ്ലാസ്റ്റിക് സാക്കുകളെയും തിരിച്ചെടുത്തു. അദ്ദേഹം സാധാരണ വിൽക്കുന്നതിനേക്കാളേറെ അല്ലെങ്കിൽ സാധാരണ വേസ്റ്റുകൾ എടുക്കുന്നതിനേക്കാളേറെ കുറച്ചും കൂടി ഇരട്ടി വില കൊടുത്തിട്ട് എന്ത് ചെയ്തു? അവരതിനൊക്കെ തിരിച്ചെടുത്തു. അതിനെ തിരിച്ചെടുത്തതിന് ശേഷം അവരെന്ത് ചെയ്തു? പോളി ബ്ലെൻഡും ബിറ്റുമിനുമായിട്ട് കൂട്ടിച്ചേർത്തു. ബിറ്റുമിൻ ഹാവ് വാട്ടർ റിപ്പലന്റ് പ്രോപ്പർട്ടി. വെള്ളത്തിനെ ഉള്ളിലേക്ക് കടത്തിവിടാതെ ഒഴിവാക്കാൻ, അതായത് ചേമ്പിന്റെ ഇല എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതേ പ്രോപ്പർട്ടിയാണ് ബിറ്റുമിൻ. അത് ഉള്ളിലേക്ക് എടുക്കാതെ വാട്ടർ റിപ്പലന്റ് പ്രോപ്പർട്ടിയാണ് ബിറ്റുമിൻ ഉള്ളത്. അങ്ങനെ പോളി ബ്ലെൻഡും ബിറ്റുമിനും കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്തു? അവര് റബ്ബറൈസ്ഡ് റോഡ് ഉണ്ടാക്കി എന്നുള്ളതാണ് ആ ഒരു കേസ് സ്റ്റഡി. അപ്പൊ എന്താണ് പോളി ബ്ലെൻഡ്? പോളി ബ്ലെൻഡ് ഈസ് എ ഫൈൻ പൗഡർ റീസൈക്കിൾഡ് ആൻഡ് മോഡിഫൈഡ് പ്ലാസ്റ്റിക്സ്. പ്ലാസ്റ്റിക്കിനെ റീസൈക്കിൾ ചെയ്ത് മോഡിഫൈ ചെയ്തുണ്ടാവുന്ന ഒരു ഫൈൻ പൗഡർ ഫോമാണ് ഏത്? പോളി ബ്ലെൻഡ്. ഈ പോളി ബ്ലെൻഡും അതുപോലെ തന്നെ ബിറ്റുമിനും കൂട്ടിച്ചേർത്തിട്ടാണ് അവരെന്ത് ചെയ്തത്? റോഡ് ടാർ ചെയ്തത്. ആ ഒരു കേസ് സ്റ്റഡി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഹമ്മദ് ഖാൻ 57 വയസ്സ്, എന്തായിരുന്നു ജോലി? പ്ലാസ്റ്റിക് സാക്ക് മാനുഫാക്ചറിങ് ആയിരുന്നു. എത്ര വർഷം? 20 വർഷം. എത്ര വർഷം കൊണ്ട് അദ്ദേഹത്തിന് വിഷമം തോന്നി അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്ലാസ്റ്റിക് സാക്ക് പ്രൊഡക്ഷൻ നിർത്തിവെച്ചു? 8 വർഷം. ഈ പോയിന്റുകൾ ഓർത്തു വെക്കുക. ആരൊക്കെ കൂടിയിട്ടായിരുന്നു? RV എഞ്ചിനീയറിംഗ് കോളേജിലത്തെ കുട്ടികൾ, ബാംഗ്ലൂർ സിറ്റി കോർപ്പറേഷൻ ആൻഡ് അഹമ്മദ് ഖാൻ. ഓക്കെ. പിന്നെ 2 കോമ്പൗണ്ടുകളായിരുന്നു, 2 കോംപ്ലക്സുകൾ കൂടി ചേർന്ന് പോളി ബ്ലെൻഡും അതുപോലെ തന്നെ ബിറ്റുമിനും ആയിരുന്നു കൂട്ടിച്ചേർത്തിരുന്നത്. നെക്സ്റ്റ് വേസ്റ്റ് വിൽ ബി ഡിസ്കസിങ് ഈസ് കോൾഡ് അഗ്രോ കെമിക്കൽ വേസ്റ്റ്. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കെമിക്കൽസിനെ, രാസവളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മുടെ എൻവയോൺമെന്റ് ഒരുപാട് കേട് വരുത്തുന്നുണ്ട്. നമ്മുടെ മണ്ണിന് കേട് വരുന്നുണ്ട്, നമ്മുടെ പ്ലാന്റ്സിന് കേട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അഗ്രോ കെമിക്കൽ വേസ്റ്റിന്റെ പ്രൊഡക്ഷൻ കുറക്കാൻ ഏറ്റവും നല്ല മെത്തേഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗം കുറക്കുക. അതുമായി ബന്ധപ്പെട്ട കേസ് സ്റ്റഡിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട കേസ് സ്റ്റഡിയാണ് ഇൻറ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ്. ഇൻറ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സീറോ വേസ്റ്റ് പ്രൊസീജിയർ. വേസ്റ്റ് ഉണ്ടാവാത്ത ഒരു പ്രൊസീജിയറാണ് സീറോ വേസ്റ്റ് പ്രൊസീജിയർ. വേസ്റ്റ് അതെങ്ങനെയാണ് സീറോ വേസ്റ്റ് ആയത്? വേസ്റ്റ് ഓഫ് വൺ പ്രോസസ് ആർ സൈക്കിൾഡ് ആസ് ന്യൂട്രിയൻ ഫോർ അതർ പ്രോസസ്. ഒരു വസ്തുവിൽ നിന്നും ഉണ്ടാവുന്ന വേസ്റ്റിനെ മറ്റൊരു വസ്തുവിന് ഉപയോഗപ്രദമായ ന്യൂട്രിയൻസ് ആക്കി മാറ്റുക. അങ്ങനെ ആകുമ്പോൾ ഒരു വസ്തുവിൽ നിന്നുണ്ടായ വേസ്റ്റ് അവിടെ വേസ്റ്റായി നിൽക്കുന്നില്ല, ആ വേസ്റ്റിനെ ഉപയോഗപ്രദമായി മറ്റൊരു വസ്തു ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. അതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് രമേശ് ചന്ദ്ര ദാഗർ ചെയ്ത സോണിപ്പട്ട് ഹരിയാന സോണിപ്പട്ട് ഹരിയാനയിലുള്ള രമേശ് ചന്ദ്ര ദാഗർ എന്നുള്ള വ്യക്തി നടത്തിയ ഒരു മെത്തേഡായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടത്തിനകത്ത് പശു ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹണി, അതുപോലെ തന്നെ പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് എല്ലാവിധ കൃഷികളും ഒന്നിച്ചുള്ള മെത്തേഡായിരുന്നു. അപ്പോൾ പശു ഉണ്ടാവുന്ന ചാണകം മറ്റൊരു വസ്തു, അത് ആ വേസ്റ്റാണ് ചാണകം, അത് കൗഡങ്, അതെന്ത് ചെയ്യുന്നു? യൂസ്ഫുൾ ആയിട്ട് ഈ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്നു. അങ്ങനെ ഒന്നൊന്നിൻ്റെ മറ്റൊന്നിന് ഉപയോഗപ്രദമായി ഉപയോഗിക്കുന്നതിനാണ് എന്ത് വിളിക്കുക? നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് ഓർഗാനിക് ഫാമിംഗ് എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഉപകാരങ്ങൾ ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് എ സീറോ വേസ്റ്റ് പ്രൊസീജിയർ. വേസ്റ്റ് ഉണ്ടാവുന്നില്ല. വേസ്റ്റ് ഓഫ് വൺ പ്രോസസ് ഈസ് യൂസ്ഫുൾ ഫോർ അതർ പ്രോസസ്. ഒന്നിൻ്റെ വേസ്റ്റ് മറ്റൊന്നിന് ഉപയോഗപ്രദമാവുന്നു. അടുത്തത് മാക്സിമം യൂട്ടിലൈസേഷൻ. മാക്സിമം നന്നായിട്ട് ഉപയോഗം ഉണ്ടാവുന്നുണ്ട്. ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻസ് കൂടുന്നു. അടുത്തത് എക്കണോമിക്കൽ, ഫിനാൻഷ്യലി അത്ര ചെലവില്ലാത്ത മെത്തേഡാണ്. സസ്റ്റൈനബിൾ, സുസ്ഥിരമായി നിലനിൽക്കുന്നതാണ്. നോ നീഡ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം നമുക്കവിടെ കുറയുന്നു. അതാണ് അഗ്രോ കെമിക്കൽ വേസ്റ്റിനെ കുറക്കാനുള്ള കേസ് സ്റ്റഡി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇദ്ദേഹത്തിൻ്റെ പേര് രമേശ് ചന്ദ്ര ദാഗർ, സോണിപ്പട്ട് ഹരിയാന. അതിന് പിന്നീട് എന്തായി മാറി? അത് വളരെയധികം ഡെവലപ്ഡ് ആയൊരു മെത്തേഡായി മാറി. ഹരിയാന കിസാൻ വെൽഫെയർ ക്ലബ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. വിത്ത് 5000 ഫാർമേഴ്സ്, കർഷകരടങ്ങുന്ന ഒരു ക്ലബ്ബായി മാറി അത്. അടുത്താണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്.
റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് വളരെയധികം ഡാമേജുകൾ ഉണ്ടാക്കും. നിങ്ങൾ ഫിസിക്സിനകത്തൊക്കെ പഠിക്കുന്നുണ്ടാവും. റേഡിയോ ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൊഡക്റ്റും ഉണ്ടാവും, ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. പ്രൊഡക്റ്റ് ആണെങ്കിലും ബൈ പ്രൊഡക്റ്റ് ആണെങ്കിലും അത് ഹാംഫുൾ ആണ്. നമ്മുടെ പുറത്ത് നമ്മുടെ എൻവിയോൺമെൻറ്റിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ വേസ്റ്റുകൾ വളരെ ഹാംഫുൾ ആണ്. ഇറ്റ് മേ കോസ് മ്യൂട്ടേഷൻ. നമുക്ക് മ്യൂട്ടേഷൻസുകൾ ഉണ്ടാക്കാം, നമ്മുടെ ജീനുകളിലൊക്കെ ചേഞ്ചസുകൾ വരുത്താം, അല്ലെങ്കിൽ ക്യാൻസറിലേക്ക് നയിക്കാം. എങ്ങനെ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാം? Sufficient pre-treatment. After sufficient pre-treatment, it should be done suitably shielded container-നകത്ത് അതിനെ പൊതിഞ്ഞതിന് ശേഷം ബറീഡ് വിത്തിൻ ദ റോക്സ്, പാറക്കല്ലുകൾക്ക് താഴെ കൊണ്ടുപോയിട്ട് എന്തേ കുഴിച്ചു മൂടുക. 500 മീറ്റർ ഡീപ്പ് ബിലോ ദ എർത്ത് സർഫസ്, ഭൂമിയുടെ 500 മീറ്റർ താഴത്തേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, അതിനെ കുഴിച്ച് മൂടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. അടുത്ത മെത്തേഡ് ആഴക്കടലുകളിലേക്ക് അല്ലെങ്കിൽ ഓഷ്യൻസിലേക്കൊക്കെ നമ്മളതിനെ എറിയുക എന്നുള്ള മെത്തേഡൊക്കെ ഉണ്ട്. ഓക്കെ, അടുത്തത് ഇതിൽ നിന്നുണ്ടായ ഏറ്റവും ഡേഞ്ചർ ആയൊരു പ്രശ്നം ഒന്ന് 3 മൈൽ ഐലൻഡ് ഇൻസിഡൻറ്റ്. അമേരിക്കയിൽ നടന്നൊരു ലീക്കേജ് ആയിരുന്നു. മാർച്ച് 28, 1979 നടന്നത്. അടുത്തത് ചെർണോബൈൽ ഇൻസിഡൻറ്റ് ഇൻ ഏപ്രിൽ 26, 1986. ഓക്കെ, നൗ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നുള്ളത് ഒരു നാച്ചുറലി ഒക്കറിങ് ഫിനോമിന ആണ്. പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫിനോമിനാണ്. ദൈവം നിശ്ചയിച്ച, ദൈവം തീരുമാനിച്ച ഒരു പ്രകൃതി തത്വമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നുള്ളത്. ഇറ്റ് ഇസ് എ നാച്ചുറലി ഒക്കറിങ് ഫിനോമിന. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഹീറ്റിംഗ് അപ്പ് ഓഫ് എർത്ത് സർഫസ്. ഭൂമി ചൂടാവാൻ വേണ്ടിയിട്ട് ദൈവം ഉണ്ടാക്കിയ ഒരു പ്രതിഭാസമാണെന്ത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നുള്ള സംഗതി ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഇപ്പോഴുള്ള 18 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും -15 ഡിഗ്രി സെൽഷ്യസ് ആകുമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴുള്ള നമ്മുടെ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഭൂമിയുടെ താപനിലയിൽ നിന്നും വളരെയധികം കുറഞ്ഞുകൊണ്ട് -15 ഡിഗ്രി സെൽഷ്യസ് എന്ന തരത്തിൽ എത്തുമായിരുന്നു. അത്രയും തണുത്ത കണ്ടീഷൻ ആവുമായിരുന്നു. അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ നാച്ചുറൽ ഫിനോമിന ഒക്കറിങ് ഇൻ ദ എർത്ത് ഫോർ ഹീറ്റിംഗ് അപ്പ് ഓഫ് എർത്ത് സർഫസ്. ഭൂമിയുടെ ചൂട് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ചൂടിന് വേണ്ടി, ഭൂമി ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ട് ജീവികൾക്ക് ജീവിക്കാൻ ഉതകുന്ന പറ്റിയ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഭൂമിയിൽ ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ ഉണ്ടാക്കുന്ന ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് വന്നത് എവിടുന്നാണ്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് വന്നത് ഗ്രീൻ ഹൗസുമെന്നാണ്. ഗ്രീൻ ഹൗസ് ഈസ് എ സ്മോൾ ഗ്ലാസ് ഹൗസ്. ഒരു ചെറിയ ഗ്ലാസ് ഹൗസ് ആണ്. ഡ്യൂറിങ് വിന്റർ സീസണുകളിലൊക്കെ ഒരു ചെറിയ ഗ്ലാസ് ഹൗസ് ടെന്റ് പോലെ കെട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ സൺലൈറ്റുകൾ ഉള്ളിലേക്ക് കടത്താൻ വേണ്ടിയിട്ട് അനുവദിക്കും. അങ്ങനെ സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ ലൈറ്റും ഉണ്ടാവും, ഹീറ്റും ഉണ്ടാവും. ഇതിൻ്റെ ലൈറ്റിനെ എന്ത് ചെയ്യും, ലൈറ്റിനെ ഫോട്ടോസിന് വേണ്ടി യൂസ് ചെയ്യും. ഹീറ്റ് എന്ത് ചെയ്യും, ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഹീറ്റിനെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു, ട്രാപ്പ് ചെയ്യുന്നു. ഹീറ്റിനെ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാപ്പ് ചെയ്യുന്നു. ഈ ഹീറ്റിനെ തിരിച്ചു പോകാൻ സമ്മതിക്കൂല. അങ്ങനെ ഈ ടെന്റിനകത്ത് അല്ലെങ്കിൽ ഗ്ലാസ് ഹൗസിനകത്ത് ഫുൾ എന്ത് ചെയ്യുന്നു, ചൂട് നിലനിർത്തുന്നു. അങ്ങനെ പ്ലാന്റിന് നല്ല രീതിയിൽ ഫോട്ടോസിസ് നടത്താൻ പറ്റിയ ഒരു എൻവയോൺമെന്റ് അവിടെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഗ്രീൻ ഹൗസിന്റെ പ്രത്യേകത. സോ ഐ റിപ്പീറ്റ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്നുള്ള ഈ ഒരു ഫിനോമിന, ഇറ്റ് ഇസ് എ നാച്ചുറൽ ഫിനോമിന ഫോർ ഹീറ്റിംഗ് അപ്പ് ഓഫ് എർത്ത് സർഫസ്. ഭൂമിയുടെ ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രകൃതിയിൽ നടക്കുന്ന ഒരു ഫിനോമിനൻ ആണെന്ത് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ് വന്നത് ഗ്രീൻ ഹൗസിൽ നിന്നാണ്. ഗ്രീൻ ഹൗസ് ഈസ് എ സ്മോൾ ഗ്ലാസ് ഹൗസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്യൂറിങ് വിന്റർ സീസണുകളിലൊക്കെ പ്ലാന്റ്സിനെ നന്നായി വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ്സിനകത്ത്, ഷീൽഡഡ് ഗ്ലാസ്സിനകത്ത് പ്ലാന്റിനെ വളർത്തുന്ന മെക്കാനിസം, ഒരു മെത്തേഡാണ് ഗ്രീൻ ഹൗസ്. ഇറ്റ് ഇസ് എ സ്മോൾ ഗ്ലാസ് ഹൗസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ചൂട് ഉള്ളിൽ നിലനിർത്താൻ വേണ്ടിയിട്ട്. എങ്ങനെ? ഗ്രീൻ ഹൗസ് ഗ്യാസുകളായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അതിനകത്ത് ഉണ്ടാകും. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ വീട്ടിൽ നിന്നും പോന്നിട്ട് നമ്മൾ കാറ് ഏതെങ്കിലും ഒരു ചൂടുള്ള സ്ഥലത്ത് നിർത്തിയിട്ട് കഴിഞ്ഞാൽ ആ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഡോറ് തുറന്നാൽ ഭയങ്കരമായിട്ടൊരു ആവി പുറത്തേക്ക് വരും. അവിടെ നടക്കുന്നതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിക്കകത്ത് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മെറ്റാലിക് ബോഡിയുടെ മുകളിൽ ഈ ചൂട്, സണ്ണിൻ്റെ ചൂട് തട്ടിക്കഴിഞ്ഞാൽ ഹീറ്റും ഉണ്ടാവും പ്ലസ് ലൈറ്റും ഉണ്ടാവും. ലൈറ്റ് ഇവിടെ പറയേണ്ട ആവശ്യമില്ല.
ഈ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ മെറ്റാലിക് സർഫസിൽ തട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ത് ചെയ്യുന്നു? ഈ ഹീറ്റിനെ അവിടെ എന്ത് ചെയ്യുന്നു? ട്രാപ്പ് ചെയ്യുന്നു. ഈ ഹീറ്റിനെ തിരിച്ചു പോകാൻ അനുവദിക്കുന്നില്ല. അങ്ങനെ ആ ചൂട്, ആ ആവി ആ വണ്ടിക്കകത്തുണ്ടാവും. എപ്പോഴാണ് നമ്മളെ ഡോർ തുറക്കുന്നത്, ആ ആവി നമ്മുടെ മുഖത്തേക്ക് അടിക്കുന്ന ഒരു എഫക്റ്റാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് ആ ചൂട് നിലനിൽക്കാനുള്ള കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസ് അതിനകത്തുള്ളത് കൊണ്ടാണ്. ഏതെല്ലാമാണ് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ? കാർബൺ ഡൈ ഓക്സൈഡ് 60%, മിഥെയിൻ 20%, നൈട്രേറ്റ് 6%, CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ 14%. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും കൂടുതലാണ്, മിഥെയിൻ ഏറ്റവും കൂടുതലാണ്, CFC കൂടുതലാണ് ദാൻ ദാറ്റ് ഓഫ് N2O. ഇതാണ് അതിൻ്റെ അളവ്. ഈ ഒരു അളവിൽ എഴുതാനൊക്കെ ചിലപ്പോൾ എക്സാമിന് വരാറുണ്ട്. 60%, 20%, 14%, 6%. നെക്സ്റ്റ്, ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഭൂമിയിൽ എങ്ങനെ നടക്കുന്നു? ഭൂമിയിൽ നടക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ലെയറായിട്ട് ഭൂമിയുടെ സർഫസിന്റെ മുകളിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഏതൊക്കെ? ഈ പറഞ്ഞിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, CFC, നൈട്രേറ്റ് പോലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഭൂമിയുടെ മുകളിൽ ഒരു ലെയറായിട്ട് സർഫസിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ സൺലൈറ്റ് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നു. അതിനകത്ത് ലൈറ്റും ഉണ്ടാവും, ഹീറ്റ് എനർജി ഉണ്ടാവും. ഈ ലൈറ്റ് എനർജി വിൽ ബി യൂസ്ഡ് ഫോർ ദ ഫോട്ടോസിന്തസിസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവും. ഹീറ്റ് എനർജി ഭൂമിയുടെ പ്രതലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് എത്തുന്നത് തന്നെ പകുതിയോളൊക്കെ വരുന്നുണ്ടാവുള്ളൂ. കാരണം ക്ലൗഡ്സ് അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസിലൊക്കെ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടൊക്കെ പോകും. അതിൽ കുറച്ച് ഭാഗം മാത്രം ഭൂമിയിലേക്ക് എത്തുന്നുള്ളൂ. 1/4 ഓഫ് ദ പോർഷൻ മാത്രമേ വരുന്നുള്ളൂ. അതിനകത്ത് തന്നെ 1/4 യൂസ് ചെയ്യുന്നുണ്ട്. ആ ബാക്കി 1/4 റിഫ്ലക്ട് ചെയ്യുന്നുള്ളൂ. അത് റിഫ്ലക്ട് ചെയ്താൽ തന്നെ ഭൂമിയുടെ പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്ത് പോകാൻ അനുവദിക്കില്ല. ബിക്കോസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് വിൽ ബ്ലോക്ക്. ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ത് ചെയ്യും? ആ പുറത്തേക്ക് റീഎമിറ്റ് ചെയ്യുന്നതിനെ ബ്ലോക്ക് ചെയ്യുകയും വീണ്ടും തിരിച്ചത് വരും ഇൻ ദ ഹൈ വേവ് ലെങ്തോട് കൂടി വരും, ഇൻഫ്രാറെഡ് റേസിലേക്ക് വരും. അങ്ങനെ ഭൂമിയുടെ പ്രതലം ചൂടാവുന്ന ഒരവസ്ഥ ആണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു അവസ്ഥ ഇഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൂടിക്കഴിഞ്ഞാൽ, ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ കൂടാനുള്ള കാരണങ്ങൾ മരങ്ങൾ അമിതമായി വെട്ടി നശിപ്പിക്കുക, അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്നും വരുന്ന പുക, അതുപോലെ തന്നെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, ഇങ്ങനെയുള്ള ഒരു ഇൻക്രീസ്ഡ് ഹ്യൂമൻ പോപ്പുലേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ആക്രമണം മൂലം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ മൂലം, അല്ലെങ്കിൽ കൂടുതൽ യൂസേജ് ഓഫ് AC, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഈ ഗ്യാസുകൾ കൂടാനുള്ള കാരണങ്ങൾ പറഞ്ഞാൽ മതി. മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, അതുപോലെ തന്നെ ഇംപ്രോപ്പർ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് AC, റെഫ്രിജറേറ്റർ കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളെ കൊണ്ട് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ കൂടുന്നു. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് റിസൾട്ട്സ് ഇൻ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൂടും. ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം. ഈ ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആർട്ടിക്, അന്റാർട്ടിക് റീജിയനിലുള്ള പോളാർ സ്നോ കേപ്സുകളൊക്കെ മഞ്ഞൊരുകിയിട്ട് താഴേക്ക് വരുന്നിട്ട് ഈ താഴെയുള്ള കോസ്റ്റൽ റീജിയനിലെ വെള്ളവും പൊങ്ങിയിട്ട് ഭൂമിയുടെ ഭാഗം വെള്ളത്തിനടിയിൽ പോകുന്നൊരവസ്ഥ, ദാറ്റ് ഈസ് കോൾഡ് എൽ നിനോ എഫക്റ്റ്. ദാറ്റ് ലീഡ്സ് ടു എൽ നിനോ എഫക്റ്റ്. സോ ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം ലീഡ്സ് ടു എൽ നിനോ എഫക്റ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞ സാധനം പ്രകൃതിയിൽ ഉള്ളതാണ്, ദൈവികമായി ഉണ്ടാക്കിയതാണ്. പക്ഷേ ആ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൂടുന്നു. എഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് ലീഡ്സ് ടു ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം. ഗ്ലോബൽ വാർമിംഗ് കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് റിസൾട്ട്സ് ഇൻ എൽ നിനോ എഫക്റ്റ്. എങ്ങനെ നമുക്ക് ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റുകൾ ഗ്ലോബൽ വാർമിംഗ് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഒന്ന്, പ്രോപ്പർ വേസ്റ്റ് ട്രീറ്റ്മെന്റ്. കൃത്യമായ രീതിയിൽ വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക? ട്രീറ്റ് ചെയ്യുക. രണ്ടാമത്തത്, കട്ടിംഗ് ഡൗൺ ഓഫ് യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ, അമിതമായ ഫോസിൽ ഫ്യൂവൽസിന്റെ ഉപയോഗം കുറക്കുക. മൂന്നാമത്, ഇൻക്രീസ് എഫിഷ്യൻസി യൂസ് ഓഫ് എനർജിയെ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുക, നല്ല രീതിയിൽ യൂസ് ചെയ്യുക. ഡിക്രീസ് ഡിഫോറസ്റ്റേഷൻ, മരങ്ങൾ അമിതമായി വെട്ടുന്നതിനെ തടയുക. പ്ലാന്റിംഗ് ട്രീസ്, മരങ്ങൾ നന്നായി നടുക. എന്നാൽ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അവരെന്ത് ചെയ്യുന്നു? വലിച്ചെടുക്കും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കുറയും. അടുത്തത്, ഡിക്രീസ് ഹ്യൂമൻ പോപ്പുലേഷൻ, ജനസംഖ്യയെ കുറക്കുക. ഇനി ഇന്റർനാഷണൽ ട്രീറ്റി കൊണ്ടുവന്നു എന്തിന്? ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷൻ കുറക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് കോൾഡ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തില്ല, ഇത് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ളതാണ്. ഇറ്റ് ഈസ് കോൾഡ് ക്യോട്ടോ പ്രോട്ടോകോൾ. നൗ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ഓസോൺ ഡിപ്ലീഷൻ. ഓസോണിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. ഗുഡ് ഓസോൺ ഉണ്ട്, ബാഡ് ഓസോൺ ഉണ്ട്. ഗുഡ് ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുകളിലും ഒന്ന് കൊടുത്തു, ഒന്ന് താഴെയും കൊടുത്തു. ഗുഡ് ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ good ozone that present in the upper surface of the earth, upper surface of the atmosphere.
ആൻഡ് ബാഡ് ഓസോൺ ഈസ് പ്രസന്റ് ഇൻ ദ ലോവർ സർഫസ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഗുഡ് ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഷീൽഡ് ഓർ അബ്സോർബ് യു വി റേസ്, സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന യു വി റേസിനെ തടഞ്ഞു നിർത്തിയിട്ട് ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുക. ഭൂമിയിലേക്ക് യു വി റേസ് വരാതെ, നമ്മുടെ അടുത്തേക്കൊന്നും യു വി റേസ് വരാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്? ഗുഡ് ഓസോൺ ഉള്ളത്. പക്ഷെ ബാഡ് ഓസോൺ അങ്ങനെയല്ല. ബാഡ് ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡറി പൊല്യൂട്ടൻ്റ് ആണ്. പ്രൈമറി പൊല്യൂട്ടന്റുകൾ കൂടി ചേർന്നിട്ട് അത് റിയാക്ട് ചെയ്തുണ്ടാവുന്നതാണ് സെക്കൻഡറി പൊല്യൂട്ടൻ, വിച്ച് ഈസ് വെരി ഹാംഫുൾ ഫോർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അത് ലോവർ സർഫസിലാണ് കാണപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗുഡ് ഓസോൺ ഈസ് പ്രസന്റ് ഇൻ അപ്പർ സർഫസ് ഓഫ് അറ്റ്മോസ്ഫിയർ, ബാഡ് ഓസോൺ ഈസ് പ്രസന്റ് ഇൻ ദ ലോവർ സർഫസ് ഓഫ് അറ്റ്മോസ്ഫിയർ. ഗുഡ് ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് പ്രൊട്ടക്ട് എൻട്രി ഓഫ് യു വി റേസ് ഓൺ ടു ദ എർത്ത്, ആൻഡ് ബാഡ് ഓസോൺ ഡാമേജസ് ടു ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇനി എങ്ങനെയാണ് ഓസോൺ ഫോർമേഷൻ? ഓസോൺ ഫോർമേഷൻ ആണ് ഞാൻ ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഓസോൺ ഡിപ്ലീഷനിലേക്ക് വന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കണം. ഓസോൺ ഫോർമേഷൻ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും നാച്ചുറലി ഉണ്ടായിട്ടുള്ളതാണ്. യു വി റേസ്, സൺലൈറ്റിൽ നിന്നും യു വി റേസ് വരും. അപ്പോൾ ഓക്സിജൻ ഉണ്ടാവും മുകളിൽ. ഈ ഓക്സിജനുമായിട്ട് യു വി റേസ് റിയാക്ട് ചെയ്യും, ആൻഡ് ദേ വിൽ ബി ഫോമിങ് നാസന്റ് ഓക്സിജൻ. സിംഗിൾ ഓക്സിജൻ യൂണിറ്റുകളായിട്ട് മാറും. ഈ സിംഗിൾ ഓക്സിജൻ നാസന്റ് ഓക്സിജൻ വിൽ റിയാക്ട് വിത്ത് O2 മോളിക്യൂൾ. O plus O2 will gives O3, that is called ozone. ഇങ്ങനെയാണ് ഓസോൺ ഫോർമേഷൻ. അതേ ഓസോണ്, ആ ഉണ്ടായ ഓസോൺ, ഇതിപ്പോൾ ഓസോൺ ഉണ്ടാവുന്ന പ്രക്രിയയാണ്. ഈ ഓസോൺ ഉണ്ടായതിനു ശേഷം ആ ഓസോണിനെ ഈ യു വി റേസ് വന്നിട്ട് തന്നെ ഡിപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഓസോണിലേക്ക് എന്ത് ചെയ്യും? യു വി റേസ് വരുന്നു, O3യെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നാസന്റ് ഓക്സിജൻ മോളിക്യൂൾസ് ആയി മാറ്റുന്നുണ്ട്. There is a balance between ozone formation and ozone depletion. ഓസോൺ ഫോർമേഷനും ഓസോൺ ഡിപ്ലീഷനും തമ്മിലൊരു ബാലൻസിങ് ഉണ്ട്. കാരണം അത് നാച്ചുറലി ഉണ്ടായിട്ടുള്ള there is a balance between ozone formation and ozone depletion. But due to human activity, മനുഷ്യന്മാരുടെ കടന്നാക്രമണം മൂലം അല്ലെങ്കിൽ ഇന്റർഫിയറൻസ് കൊണ്ട് AC, ഓവർ യൂസേജ് ഓഫ് AC, റെഫ്രിജറേറ്റർ, പെർഫ്യൂംസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അമിതമായി ഉപയോഗിക്കുമ്പോൾ CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ പോലുള്ള ഗ്യാസുകൾ മേലോട്ട് പൊങ്ങി വരുന്നുണ്ട്. ഈ CFC മേലോട്ട് പൊങ്ങി വരുമ്പോൾ യു വി റേസ് CFCയുമായിട്ട് റിയാക്ട് ചെയ്യും, ക്ലോറിൻ റിലീസ് ചെയ്യും. ഈ ക്ലോറിൻ പോയിട്ട് ഓസോണിനെ, നേരത്തെ ഉണ്ടായ ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യും. ആ ഒരു ക്ലോറിൻ. അപ്പോൾ ദൈവം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഓസോൺ എന്നുള്ള ഒരു സംഭവത്തിന് ഉണ്ടാക്കുന്നുണ്ട്. അതേ ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഏത്? നാച്ചുറലി. ദർ ഇസ് എ ബാലൻസ് ബിറ്റ്വീൻ ഓസോൺ ഫോർമേഷൻ ആൻഡ് ഓസോൺ ഡിപ്ലീഷൻ. ബട്ട് അതുകൂടാതെ ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യന്മാരുടെ ആക്ടിവിറ്റീസ് കാരണം എന്ത് ചെയ്യും? വീണ്ടും ഓസോൺ ഡിപ്ലീഷൻ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓസോണിന് ഈ ക്ലോറിൻ CFC പോലുള്ള ഗ്യാസുകൾ വരുമ്പോൾ ഓസോൺ വീണ്ടും ഡിപ്ലീറ്റ് ചെയ്യപ്പെടുന്നു. സോ ദർ ഇസ് എ ഇംബാലൻസ് ബിറ്റ്വീൻ ഓസോൺ ഫോർമേഷൻ ആൻഡ് ഓസോൺ ഡിപ്ലീഷൻ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓസോൺ കൂടുതലായിട്ട് ഫോം ചെയ്യുന്നതിനേക്കാളേറെ ഡിപ്ലീഷൻ ആണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഹാംഫുൾ എഫക്ട്സ് ഓഫ് യു വി റേസ്. എന്തെല്ലാമാണ് യു വി റേസിനെ കൊണ്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ട്? യു വി റേസിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് UVB. അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ UVB, പിന്നെ UVC ആണ്, പിന്നെ UVA ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഹാംഫുൾ എഫക്ട് UVB, പിന്നെ C, പിന്നെ A. അത് ഓർത്തു വെക്കാൻ BCA, ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർത്തു വെച്ചാൽ മതി. BCA ഇത് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്നതാണ്. ഹാംഫുൾ എഫക്ട്സ് എന്തൊക്കെയാണ്? ഒന്ന്, മ്യൂട്ടേഷൻ. നമ്മുടെ ഈ പ്രോട്ടീനുകളുടെയും അതുപോലെ തന്നെ ഈ DNA-യുടെ ഒക്കെ ബോണ്ടിങ്ങുകൾ എന്ത് ചെയ്യും? ഇല്ലാണ്ടാക്കും, മ്യൂട്ടേഷൻസ് വരുത്തും. അതുപോലെ തന്നെ ഇഞ്ചുറീസ് ഫോർ ലിവിങ് ഓർഗാനിസം, നമ്മുടെ കൈകളിലും അതുപോലെ തന്നെ സ്കിന്നിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. താജ്മഹലിന് തന്നെ ഇപ്പോൾ UV റേസുകൾ അല്ലെങ്കിൽ ആസിഡ് റെയിനൊക്കെ ലീഡ്സ് ടു, ഈ ആസിഡ് റെയിനും UV റേസൊക്കെ ഒരുപാട് ഹാംഫുൾ എഫക്ട്സുകൾ ഹ്യൂമൻ ബീങ്സ്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, പ്ലാന്റ്സിനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, UVB ഡാമേജസ് ഐ ആൻഡ് സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. ഐസിൽ ഉണ്ടാക്കുന്നതാണ് കോർണിയ ബൾജ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇൻഫ്ലെയിം ചെയ്ത് വരും. ദാറ്റ് ഈസ് കോൾഡ് സ്നോ ബ്ലൈൻഡ്നെസ് ആൻഡ് ഓൾസോ കാറ്ററാക്ട്. ഒരു നോട്ട് ശ്രദ്ധിച്ചു വെക്കണം. ഈ ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഓസോൺ ഡിപ്ലീഷന് കാരണമായിട്ടുള്ള ഈ CFC പോലുള്ള ഗ്യാസുകൾ പുറത്തേക്ക് വരാതിരിക്കാനും അല്ലെങ്കിൽ ഓസോൺ ഡിപ്ലീഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ ട്രീറ്റി കൊണ്ടുവന്നു. ദാറ്റ് ഈസ് കോൾഡ് മോൺട്രിയൽ പ്രോട്ടോകോൾ. മാറിപ്പോവരുത്. ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ കുറക്കാൻ വേണ്ടിയിട്ട്, ഗ്ലോബൽ വാർമിംഗ് കുറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഇന്റർനാഷണൽ ട്രീറ്റിയുടെ പേരാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ഓസോൺ ഡിപ്ലീഷൻ കുറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഇന്റർനാഷണൽ ട്രീറ്റി, ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. കൊണ്ടുവന്നത് 1987-ലാണ്, ബട്ട് ഇറ്റ് വാസ് ഇൻ എഫക്റ്റീവ് ഇൻ 1989.
പ്രകൃതിയെ ബാധിക്കുന്ന മറ്റു പ്രശ്നങ്ങളാണ് ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായി മരങ്ങൾ വെട്ടി നശിപ്പിക്കുക. ഡിഫോറസ്റ്റേഷൻ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ പണ്ട് കാലം മുതലേ ഉണ്ട്. സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ ഓർ ജും കൾട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ള നൊമാഡിക് ആയിട്ടുള്ള പീപ്പിൾസുകൾ അല്ലെങ്കിൽ ഇപ്പോഴും ഈ കൃഷി മെത്തേഡ് നടക്കുന്നുണ്ട്. ഒരു ഏരിയ പരിഗണിച്ചുകൊണ്ട് ആ ഏരിയയിലുള്ള പച്ചപ്പായിട്ടുള്ള ചെടികളും ആ ഏരിയയിലുള്ള പ്ലാന്റ്സുകൾ വെട്ടിയിട്ട് എന്ത് ചെയ്യാം, അതിനെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിട്ട് അതിനെ കത്തിക്കുക. അത് ബേൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ആഷിനെ വളമായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് സ്ലാഷ് വെട്ടുക ആൻഡ് ബേൺ കത്തിക്കുക അഗ്രികൾച്ചർ. സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ. ആ വളം പിന്നെ എന്ത് ചെയ്തു, അടുത്ത ഒരു വിത്തിറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒരു പ്രതലം ഒരു ഏരിയ പരിഗണിക്കുക, ആ ഭാഗത്തുള്ള ചെടികൾ വെട്ടുക, അതിനെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് അതിനെ കത്തിക്കുക. കത്തിച്ചതിന് ശേഷം അതിൻ്റെ ആഷ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പുതിയ പാവാൻ പോകുന്ന വിത്ത് എടുത്തിട്ട് വിത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇവരെ വളമായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ജും കൾട്ടിവേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഡിഫോറസ്റ്റേഷൻ അമിതമായുള്ള കോൺസിക്വൻസസ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന, മരങ്ങൾ അമിതമായി വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ, മരങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ, മരങ്ങൾ ഇല്ലെങ്കിൽ ഭൂമിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടും. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടിക്കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് കൂടി എന്നർത്ഥം. ഗ്രീൻ ഹൗസ് ഗ്യാസ് കൂടിക്കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും. ദാറ്റ് ഇസ് കോൾഡ് രണ്ടാമത്തത് ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം. ഭൂമി മൊത്തം ചൂട് കൂടും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അതാ. ഭൂമിയുടെ ചൂട് നമ്മുടെ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളേറെ അളവ് കൂടിക്കൂടി വരിക. അറൗണ്ട് 0.6% അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ആഗോള താപനം സംഭവിക്കുന്നു. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, മരങ്ങൾ അമിതമായി വെട്ടിക്കഴിഞ്ഞാൽ പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ വസിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥ നശിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ഡിസ്റ്റർബ് വാട്ടർ സൈക്കിൾ, ജലചക്രം നശിച്ചുകൊണ്ടിരിക്കുന്നു. സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്, ദാറ്റ് റിസൾട്ട്സ് ഇൻ ഡെസേർട്ടിഫിക്കേഷൻ. അത് പിന്നെ മരുഭൂമി പോലെ ബാരൻ പാറ്റ്സ് ഓഫ് ലാൻഡായി മാറുന്നു. സോ കം ടു ദിസ് പോയിന്റ്. ഡിഫോറസ്റ്റേഷൻ ലീഡ്സ് ടു ഒന്ന് ഡെസേർട്ടിഫിക്കേഷൻ. ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാരൻ പാറ്റ്സ് ഓഫ് ലാൻഡ്സ് ആയി മാറുക എന്നുള്ളതാണ്. ബാരൻ പാറ്റ്സ് ഓഫ് ലാൻഡ്, ഒഴിഞ്ഞ ഒരു മരുഭൂമി പോലെ ഒരു ഏരിയ ആയിട്ട് മാറുക എന്നുള്ളതാണ് ഡെസേർട്ടിഫിക്കേഷൻ. ദാറ്റ് ലീഡ്സ് ടു സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലുകൾ മണ്ണൊലിപ്പ് അല്ലെങ്കിൽ ടോപ്പ് ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലുകൾ എന്ത് ചെയ്യുക, ഒലിച്ചു പോവുക, ഒഴുകിപ്പോവുക അല്ലെങ്കിൽ ഒഴിവായി പോവുക. ദാറ്റ് എന്തുകൊണ്ടാണ് സോയിൽ ഇറോഷൻ നടക്കുന്നത്? പൂർ കൾട്ടിവേഷൻ, കൃത്യമായ രീതിയിൽ അല്ലാതെ കൾട്ടിവേറ്റ് ചെയ്യുന്ന മെത്തേഡ്. രണ്ട്, അൺറെസ്ട്രിക്റ്റഡ് ഗ്രേസിങ്, അമിതമായി പശുക്കളെ കൊണ്ടോ അല്ലെങ്കിൽ മൃഗങ്ങളെ കൊണ്ട് പുല്ല് തീറ്റിക്കുക. അടുത്തത് ഡിഫോറസ്റ്റേഷൻ, അമിതമായി മരങ്ങൾ വെട്ടി നശിപ്പിക്കുക. പൂർ ഇറിഗേഷൻ, കൃത്യമല്ലാത്ത രീതിയിൽ കൃഷിയിടങ്ങളിൽ വെള്ളം ഒഴിക്കുക. ഇത്രയും കാരണങ്ങളെ കൊണ്ടാണ് സോയിൽ ഇറോഷൻ അല്ലെങ്കിൽ മണ്ണൊലിപ്പ് എന്നുള്ള സംഭവം ഉള്ളത്. അടുത്തത് ഡെസേർട്ടിഫിക്കേഷൻ. ഡിഫോറസ്റ്റേഷൻ ലീഡ്സ് ടു ഡെസേർട്ടിഫിക്കേഷൻ, ദാറ്റ് ലീഡ്സ് ടു സോയിൽ ഇറോഷൻ. നെക്സ്റ്റ് വൺ ഈസ് വാട്ടർ ലോഗിങ്. വാട്ടർ ലോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിലല്ല നമ്മൾ കൃഷിയിടങ്ങൾ നനക്കുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യും, വെള്ളം കെട്ടി നിൽക്കും. അതിനെയാണ് വാട്ടർ ലോഗിങ് എന്ന് വിളിക്കുക. ഇറിഗേഷൻ വിത്തൗട്ട് പ്രോപ്പർ ഡ്രെയിനേജ്, കൃത്യമായ രീതിയിൽ അല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, അല്ലാത്ത രീതിയിൽ നമ്മൾ ഇറിഗേഷൻ നടത്തുകയാണെങ്കിൽ ദാറ്റ് റിസൾട്ട്സ് ഇൻ വാട്ടർ ലോഗിങ്. വെള്ളം കെട്ടി നിൽക്കുന്നു. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നതാണ് സലൈനിറ്റി അല്ലെങ്കിൽ ആൽക്കലൈൻ കണ്ടന്റ് കൂടുന്നു, അല്ലെങ്കിൽ സോയിൽ സലൈനിറ്റി കൂടുന്നു, ഉപ്പ് രുചി കൂടുന്നു. അത് പിന്നെ കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിലായി മാറുന്നു ആ മണ്ണ് അല്ലെങ്കിൽ ആ കൃഷിയിടം. നെക്സ്റ്റ്, ഈ ഡിഫോറസ്റ്റേഷനുമായി ബന്ധപ്പെട്ട കേസ് സ്റ്റഡിയാണ്. പണ്ട് മുതലേ ഇത് നല്ല ശ്രദ്ധിച്ചിരിക്കണം. പണ്ട് മുതലേ ആളുകൾ കൃഷിയിടത്തിന് അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്. കാട് അല്ലെങ്കിൽ നമ്മുടെ മരങ്ങളെ അമിതമായി ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇന്നോ ഇന്നലെ തുടങ്ങിയ പണ്ട് മുതലേ ഉള്ള ആളുകൾ. പണ്ട് മുതലെന്ന് പറഞ്ഞാൽ 1731 കാലഘട്ടങ്ങളിൽ കിങ് ഓഫ് ജോധ്പൂർ, രാജസ്ഥാനിലെ ജോധ്പൂർ എന്നുള്ള പട്ടണത്തിലെ രാജാവ് 1731 അദ്ദേഹത്തിന് ഒരു കൊട്ടാരമുണ്ട്. വീണ്ടും ഒരു കൊട്ടാരം കൂടി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ബിഷ്ണോയി എന്നുള്ള ഒരു ഗ്രാമത്തിലേക്ക്, അവിടെ വനം അല്ലെങ്കിൽ കൃഷികളെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്ന കർഷകരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല വലിയ മരങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ആ മരങ്ങൾ വെട്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ജോധ്പൂരിലെ രാജാവ് എന്ത് ചെയ്തു, അവരോട് മന്ത്രിവടന്മാർ മിനിസ്റ്റേഴ്സിനോട് പറഞ്ഞു. അങ്ങനെ മിനിസ്റ്റേഴ്സ് വന്നിട്ട് ബിഷ്ണോയിലുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് മാറിത്തരണം, മരങ്ങൾ മുറിക്കാനാണ്, രാജാവിന് പുതിയൊരു കൊട്ടാരം കെട്ടാനാണെന്ന് പറഞ്ഞു. പക്ഷേ
അമൃത ദേവി ഉൾപ്പെടുന്ന അമൃത ദേവി ആൻഡ് ഹെർ ചൈൽഡ്, അവരുടെ മക്കളും കൂടിയിട്ട് അവിടുത്തെ 100ഓളം ആളുകൾ കൂടിയിട്ട് എന്ത് ചെയ്തു? അവർ പറഞ്ഞു ഈ മരങ്ങൾ മുറിച്ചു കൊണ്ടുപോകണം, നിങ്ങൾ ഞങ്ങളെ കൊന്നിട്ടല്ലാതെ ഈ മരങ്ങൾ മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു? ഈ ബിഷ്ണോയിലുള്ള മരങ്ങളെ കെട്ടിപ്പിടിച്ചിരുന്നു. അങ്ങനെ അവരെ കൊന്നതിന് ശേഷം മാത്രമേ അവർക്ക് ആ മിനിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ആ രാജാവിൻ്റെ കൽപ്പന പ്രകാരം ആ മരം മുറിക്കാൻ സമ്മതിച്ചിട്ടുള്ളൂ. ആ അമൃത ദേവി ഉൾപ്പെടുന്ന ആളുകളെ കൊന്നതിന് ശേഷം മാത്രമാണ് ആ മരം മുറിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതലേ ഈ വൈൽഡ് ലൈഫിനെ അല്ലെങ്കിൽ കൃഷിയിടങ്ങളെ അല്ലെങ്കിൽ മരങ്ങളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ അന്ന് മുതലേ താല്പര്യപ്പെടുന്നുണ്ട്. ഓക്കെ, അതിനനുസരിച്ചാണ് പിന്നീട് അമൃത ദേവി ബിഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ് കൊണ്ടുവന്നത്. ഈ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ട ആളുകൾ, മുന്നോട്ട് വരുന്ന ആളുകളെ ഗവൺമെൻറ് തന്നെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് നിർദ്ദേശിച്ച ഒരു അവാർഡാണ് അമൃത ദേവി ബിഷ്ണോയി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അവാർഡ്. അതേപോലെ അടുത്തൊരു പ്രോഗ്രാമായിരുന്നു ചിപ്കോ മൂവ്മെൻറ്റ്. അത് ഗർവാൾ ഹിമാലയൻ താഴ്വരകളിൽ നടന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. 1974 ഇത് നടന്നിട്ടുള്ളത്. സുന്ദർലാൽ ബഹുഗുണയുടെ അണ്ടറിലായിരുന്നു ഇത് നടന്നിരുന്നത്. ഇതേപോലെ തന്നെ മരങ്ങൾ മുറിക്കണമെങ്കിൽ ഞങ്ങളെ കൊന്നിട്ടല്ലാതെ മുറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആളുകൾ പിന്മാറിപ്പോയി എന്നുള്ളതാണ് ചിപ്കോ മൂവ്മെൻ്റ് അത് പറയുന്നത്. അപ്പോൾ അതിനുശേഷം 1980 കൂടി, ഇത് 1731, ഇത് 1974, 1980 കൂടി ഗവൺമെൻറ് മനസ്സിലാക്കി ആളുകളെല്ലാവരും ഈ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കലോടുകൂടി ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കൃഷിയിടങ്ങളെ അല്ലെങ്കിൽ കാടിനെ അല്ലെങ്കിൽ വൈൽഡ് ലൈഫിനെ എന്ത് ചെയ്തു? കാറ്റഗറൈസ് ചെയ്തു. കോർ സോൺ, ബഫർ സോൺ, ട്രാൻസിഷൻ സോൺ എന്ന രീതിയിൽ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. ആളുകളോട് പറഞ്ഞു, ആദിവാസികളോട് പറഞ്ഞു, നിങ്ങൾക്ക് വസിക്കാൻ ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഇവിടെ എന്ന രീതിയിൽ അവരോട് പറഞ്ഞു ഇനി ആരെങ്കിലും ഉള്ളിലേക്ക് കടന്ന് ആക്രമിക്കുകയാണെങ്കിൽ അവരെ തടുത്തു നിർത്തേണ്ടത് നിങ്ങളുടെ അവകാശമാണെന്ന രീതിയിൽ ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഈ മൈനോറിറ്റി പീപ്പിൾസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തു? ഗവൺമെൻറ് വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? താല്പര്യമെടുത്ത മെത്തേഡാണ് ഇത്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ ഇഷ്യൂ എന്നുള്ള ചാപ്റ്റർ പ്രകൃതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും മനുഷ്യർ തന്നെയാണ്. ബിക്കോസ് there is enough for the needs of the human being but not for the greeds of the human being. As Mahatma Gandhi told, there is enough for the needs of the human being but not for the greeds of the human being. We should understand that we should use our environment in a sustainable way because തൊട്ട് മുന്നേയുള്ള തലമുറകൾ നമ്മൾക്ക് കൈമാറിയ പോലെ അടുത്ത തലമുറക്കും ഇത് ചെയ്യപ്പെട്ടു കൊടുക്കണം. അതിന് സുസ്ഥിരമായ വികസനം മാത്രമേ നമ്മൾക്ക് മുന്നിലുള്ളൂ. We should use our environment in a protected way. By this chapter is over. Thank you.